ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ഇന്ന് നമ്മുടെ അതിഥി എപ്പോഴും ചർച്ചയിലാകപ്പെടാറുള്ള ഒരു സെലിബ്രിറ്റിയാണ്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ നിങ്ങൾക്കും ഞങ്ങൾക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് പ്രശ്നത്തിന് വരുന്നതെന്ന് ചോദിക്കുന്നു. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയക്കാർ ചോദിക്കുന്നു, ഞങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് എന്താണ് ജോലിയെന്ന്. കർഷക നേതാക്കന്മാർ ഞങ്ങളെ എന്തിനാണ് അപമാനിക്കുന്നതെന്ന് ചോദിക്കുന്നു. ചിലർ ഇവർക്കെതിരായിട്ട് FIR ഇടുന്നു, ചിലർ ഇവരെ ബാൻ ചെയ്യണമെന്നും പറയുന്നു. ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഫിലിം ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർ ആക്ട്രസ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഇപ്പോൾ പാർലമെന്റ് മെമ്പറുമായ കങ്കണ റണാവത്ത്. ഇന്നത്തെ ജഡ്ജി ഒരു സ്പെഷ്യലായ വ്യക്തിയാണ്. പാർലമെന്റ് മെമ്പറായിരുന്ന വ്യക്തിയാണ്. ലോകം മുഴുവനും പറന്ന വ്യക്തിയാണ്. കാരണം ഡിപ്ലോമാറ്റായിട്ട് ജോലി ചെയ്തു. അവരൊരു ടീച്ചറാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്ലീസ് വെൽക്കം പവൻ വർമ്മ. വിചാരണ തുടങ്ങാവുന്നതാണ്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആക്ടർ, റൈറ്റർ, പ്രൊഡ്യൂസർ കങ്കണ റണാവത്തിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം നോക്കാം. സർ, ആദ്യം ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും എന്നോട് ഞങ്ങളുടെ സ്ഥലത്ത് എന്താണ് ജോലിയെന്ന് ചോദിക്കുന്നു. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്നെ സ്നേഹത്തോടെ ഇവിടേക്ക് വിളിക്കുന്നു. എപ്പോഴും ഈ സ്നേഹം. പിന്നെ സാർ, ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ നിങ്ങൾക്കും എനിക്ക് എന്താ സംബന്ധം ചോദിച്ചെന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എന്താ ജോലിയെന്ന് ചോദിച്ചെന്നും പറഞ്ഞു. ഇവിടേക്ക് എന്നെ വിളിച്ചതിന് വളരെ വളരെ നന്ദി സാർ. കങ്കണ, താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം ആപ്കി അദാലത്തിൽ വന്നപ്പോ ആ ഷോ വളരെ സൂപ്പർ ഹിറ്റായിരുന്നു. ഐ തിങ്ക് സ്ക്രീനിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ഡയറക്ടർ ഉണ്ടാവും. പക്ഷേ ഒരു ഇന്റർവ്യൂ എന്നാൽ ഒരു കലാകാരന് ജീവിതത്തിൽ കിട്ടുന്ന മികച്ച ഒന്നാണ്. എന്താന്ന് വെച്ചാ അവർക്ക് പേഴ്സണലി നിറയെ ഫാസിക്സ് എടുക്കും. പക്ഷെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ആള് ഒരു സെലിബ്രിറ്റിയെ എങ്ങനെയാണോ പരിചയപ്പെടുത്തുന്നത്, അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് അവരുടെ പേഴ്സണാലിറ്റി വെളിയിൽ കൊണ്ടുവരുന്നത് ഇന്റർവ്യൂ എടുക്കുന്ന ആളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ജനങ്ങളുടെ കൂടെ ഒരു കണക്ഷൻ ഉണ്ടായത്. പിന്നെ നിറയെ സ്നേഹവും കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയത്തിലും നല്ലൊരു വിജയം കൈവരിക്കാനായതെന്ന് തോന്നുന്നു. പേഴ്സണലി ജനങ്ങൾ എന്റെ കൂടെയാണുള്ളത്. ആക്ട്രസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു ആക്ടർ ആണെന്നും അറിയാം. എന്നാലും ജനങ്ങൾ പേഴ്സണലായിട്ട് എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അതിന് വളരെ നന്ദി സർ. പക്ഷെ താങ്കൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കുറ്റാരോപണവും കുറയില്ല, ചോദ്യങ്ങളും കുറയില്ല. ശരി, വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. കങ്കണ റണാവത്തിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം. ഇവർ വിമർശനങ്ങളുടെ ക്യൂനാണ്. എനിക്ക് ഇതിന് ഉത്തരം നൽകൂ. താങ്കൾക്ക് കോൺട്രവേഴ്സി എന്താണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? കോൺട്രവേഴ്സി അന്വേഷിച്ച് താങ്കൾ പോവുകയാണോ, അതോ താങ്കളുടെ പിന്നാലെ കോൺട്രവേഴ്സി വരികയാണോ? സർ, ഞാൻ ഹിമാചലിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെണ്ണായിരുന്നു. അതില്ലാതെ എപ്പോഴും എല്ലാരും എന്നെ എന്തു പറയുന്ന വെച്ചാ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. സോ എന്നോടെന്തെങ്കിലും ചോദിച്ചാ ഉത്തരം പറയാൻ പറ്റില്ലെന്ന് പറയോ? ഇവരൊക്കെ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ലെന്ന്. ആപ്കി അദാലത്തിൽ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ജനങ്ങൾ താങ്കളുടെ മുന്നിലുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു. പിന്നീട് അത് കോൺട്രവേഴ്സി ആവും. പിന്നീട് നിങ്ങൾ തന്നെ പറയും ഞാൻ ക്വീൻ ഓഫ് കോൺട്രവേഴ്സി ആണെന്ന്. താങ്കൾ ക്യൂനായിട്ടുള്ള സമയത്ത് കോൺട്രവേഴ്സീസ് തീർച്ചയായും കാണുമല്ലോ. ഇപ്പോൾ എമർജൻസി പീരീഡ് കോൺട്രവേഴ്സിയുടെ ഒരു വലിയ ചരിത്രമാണ്. അതെ, അത് തന്നെ ഒരു സിനിമയായിട്ട് താങ്കൾ എടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങൾക്കത് കോൺട്രവേഴ്സി എന്ന് പറയാം. പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ ബെസ്റ്റ് കെപ്റ്റ് സീക്രട്ട്. നിങ്ങൾ മിസ്സസ് ഗാന്ധിയെപ്പറ്റി ചോദിക്കുമ്പോൾ, അല്ല എമർജൻസിയെപ്പറ്റി ചോദിക്കുമ്പോഴോ അവര് ചെയ്തത് ഷീസ് വെരി പോപ്പുലർ. എമർജൻസി ആരംഭിച്ചതേ അവരാണ്. അതില്ലാതെ നമ്മളോട് ഇപ്പോൾ ഉള്ള ജനറേഷനോട് ഇതേക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. അതിനുവേണ്ടി ഗൂഗിളിൽ നോക്കിയാലും ചില ഇവന്റ്സ് മാത്രമേ കാണൂ.
പക്ഷേ ഷീസ് ഈക്വലി ഹേറ്റഡ് ആൻഡ് ഈക്വലി ലൗഡ്. ഈ ഫാക്ട് എനിക്കുള്ളിൽ നിറയെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. പിന്നീട് നോക്കിയാ വേറൊരു വിഷയം എന്താന്ന് വെച്ചാ, നമ്മുടെ നാട്ടിലുള്ള ഒരു ലീഡറെ വെച്ച്, അതായത് നിങ്ങൾ നോക്കിയാ അത് മോഡിജിക്ക് നിറയെ പോപ്പുലർ ഉണ്ട്. അദ്ദേഹം ശ്രീരാമന്റെ അവതാരമാണെന്നും കൂടി പറയുന്നു. പക്ഷേ അഭിനവ് ചണ്ഡി ദുർഗ ഇന്ദിരാഗാന്ധിയും അവരുടെ അവതാരമാണെന്ന് പറയുന്നു. അതാണ് സത്യം. അതിനുശേഷം അവരെ തന്നെ ഒരാൾ ഷൂട്ട് ചെയ്യുന്നു. ഇതുപോലെ ജനങ്ങളുടെ ലീഡർക്ക് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഇതെന്താണ്? ഒരു വശത്ത് നിറയെ സ്നേഹം കൊടുക്കുന്നു, മറുവശത്താണെങ്കിൽ നിറയെ വെറുപ്പോടെ കാണുന്നു. എനിക്കിത് ഒരു വിധത്തിൽ വളരെ ക്യാപ്ചറായി. സോ ഇതെല്ലാം എങ്ങനെ നടക്കും? എങ്ങനെ ഇത്രയും സ്നേഹം, അതിന്റെ കൂടെ ഇത്രയും വെറുപ്പും? എത്ര വെറുപ്പാണെന്ന് വെച്ചാ 35 ബുള്ളറ്റ് ഉപയോഗിച്ച് അവരെ കൊല്ലാൻ 35 ബുള്ളറ്റിന്റെ ആവശ്യമുണ്ടോ? അത്രയും വെറുപ്പോ? അവരീ നാടിനു വേണ്ടി പോരാടി അവസാനം നാടിന്റെ കൂടെ പോരാടാൻ തുടങ്ങി. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ നാച്ചുറലായിട്ട് എന്തെങ്കിലും പടമെടുത്താലും ജനങ്ങളെല്ലാം അത് അറിഞ്ഞിരിക്കണം. അവരത് കാണണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു. കങ്കണ ഈ ദേശത്തിന്റെ വലിയൊരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ജനങ്ങൾക്ക് അവരെ വളരെയധികം ഇഷ്ടമായിരുന്നു. രാജ്യത്തിനു വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അവരോട് എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ട്. ജനങ്ങൾ അവർക്ക് സ്നേഹം വാരി വിതറി. പക്ഷേ അവരുടെ റോൾ ആക്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ആക്ട്രസ് വന്നിരുന്നേ നന്നായിരുന്നേലും. പക്ഷെ താങ്കൾ BJP മെമ്പറാണ്. അപ്പോൾ ആ റോൾ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് സംശയം വരുന്നത് സാധാരണമല്ലേ? സാർ, ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ഈ പടം ആരംഭിച്ചതും 2022-ലാണ്. കഴിഞ്ഞത് 2023-ല്. അതുകൊണ്ട് ഇതുപോലുള്ള കുറ്റമൊന്നും എനിക്ക് തരാൻ പാടില്ല. ഇന്ദിരാഗാന്ധിയുടെ ക്യാരക്ടർ അഭിനയിക്കാൻ ശരിക്കും കഷ്ടപ്പെടേണ്ടി വന്നിരുന്നോ? ശരിക്കും കഷ്ടമായിരുന്നു സാർ, വളരെ കഷ്ടമായിരുന്നു. പക്ഷേ ഈ പടത്തിനു മുമ്പ് ഇന്ദിരാഗാന്ധിയോട് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പടം ചെയ്തപ്പോൾ എനിക്കത് മാറിക്കിട്ടി. മൊത്തത്തിൽ അത് മാറിക്കിട്ടി. നമ്മുടെ പ്രധാനമന്ത്രിയോട് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവുമല്ലോ, അത് മൊത്തം മാറിക്കിട്ടി. ബിസൈഡ്സ് അവരുടെ ലൈഫ്, ഒരു പ്രായമുള്ള സ്ത്രീയായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അവരുടെ മകനോടുള്ള സ്നേഹം, അതിനുശേഷം മകന്റെ മരണം, ഇതുപോലുള്ള സംഭവങ്ങൾ ജീവിതത്തെ ഇതെല്ലാം കണ്ടതിന് ശേഷം അതിനുവേണ്ടി അവർ നാടിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പൊളിറ്റിക്സിൽ നിറയെ സർവീസ് ചെയ്തു. അവരുടെ ജീവിതം കാണുമ്പോൾ ഇത് താങ്ക്ലെസ് ജോബെന്ന് എനിക്ക് തോന്നി. രാഹുൽ ഗാന്ധി ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം വീട്ടിൽ പോയി ടോം ആൻഡ് ജെറിയാണ് കാണുന്നത്. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാവാനാ? ഈ പടത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായിട്ടാണ് താങ്കൾ വരുന്നത്. സർ, ഞാനെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി എന്താന്ന് വെച്ചാ, ഞാൻ ഈ നാടിന്റെ ഒരു രാജകുമാരനാണെന്നാണ്. അതല്ലാതെ ഈ ഇന്ത്യ രാജ്യം എന്റെ മുത്തശ്ശി ഭരിച്ച നാടാണെന്നും ഇതുപോലുള്ള ചിന്തകളൊക്കെ അദ്ദേഹം മനസ്സിന്നേ കളയണം. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിന്ന് കളഞ്ഞില്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം ഒരു കാർട്ടൂണായിട്ടേ ഇരിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ അടൽജിയെ കാണുമ്പോഴൊക്കെ ഇദ്ദേഹം ആരുടെ മകൻ, ഇദ്ദേഹത്തിന്റെ ചേച്ചി ആരാണ്, അതാരാണ് എന്നെല്ലാം ചിന്തിക്കുവോ? നരേന്ദ്രമോദിജി നോക്ക്, വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നോക്ക്, അവരുടെ മുത്തശ്ശിയാര്, ചിറ്റയാര്, ഇവരെ ആരെങ്കിലും ഐഡന്റിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടോ? അവരുടെ ചില ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, അവർക്ക് ബിസിനസ് ഒന്നും ഇല്ലാത്തോണ്ട് മുത്തശ്ശിയുടെ വേഷം ചെയ്തെന്ന്. ഇതുപോലെ വളരെ ചീപ്പായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല, എന്നെപ്പറ്റി നിറയെ, അദ്ദേഹം മാത്രമല്ല, കോൺഗ്രസിന്ന് ഇവളുടെ റേറ്റ് എന്താണ്, ഇവൾക്കായിട്ടൊന്നുമില്ല, ഇവൾ എന്റെ മുത്തശ്ശിയെ യൂസ് ചെയ്തിട്ട് നിറയെ സമ്പാദിക്കുന്നു എന്ന് വരെ പറയുന്നു. ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, നല്ല കാര്യം, ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ളത്. അതേ ഇവരുടെ പാർട്ടിയിലായിരുന്നെങ്കിൽ വേറെ സ്ഥിതിയായേനെ. യൂത്ത് കോൺഗ്രസിലുള്ള പിള്ളേര് നിങ്ങൾക്കെതിരായിട്ട് കേസ് ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം സിനിമ വന്ന് കാണണം. പക്ഷെ അവര് കാണില്ലെന്നുള്ള വാശിയില്ല. അവർക്ക് ഈ പടത്തെ എങ്ങനെയെങ്കിലും ബാൻ ചെയ്യണം. ഈ രാജ്യത്ത് നമുക്ക് ഏത് രീതിയിലുള്ള പടം വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് ഈ നാട്ടില് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിലെത്ര വയലൻസ് ഉണ്ടായാലും ആ സിനിമയിലുള്ള പെണ്ണുങ്ങളെ വളരെ ഡ്രസ്സില്ലാതെ കാണിക്കുന്നു, റേപ്പ് ചെയ്യുന്നത് കൂട്ട് കാണിക്കുന്നു, ലോ ആൻഡ് ഓർഡർ ഒന്നുമില്ലാതെ വെപ്പൺസ്, ബുള്ളറ്റ് എല്ലാം യൂസ് ചെയ്യുന്നു. അതിന് പോലീസ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ബേസ് ചെയ്തൊരു പടമെടുത്താ എന്തിനാ ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ച് എതിർക്കും. കോൺഗ്രസിലുള്ളവർ മാത്രമല്ല, BJPയുടെ ലീഡറായ മഞ്ജീന്ദർ സിംഗ് സിർസ, അദ്ദേഹം പറയുന്നു കങ്കണയെ ജയിലിലിടുക അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ദേഷ്യം?
സർ, എനിക്കെന്താ തോന്നുന്നെന്ന് വെച്ചാ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോ ഒരുപക്ഷേ അവർ എന്റെ പടത്തില് ഇല്ല ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു ഷോട്ടെങ്കിലും എടുത്ത് കാണിക്കാവോ? ഒന്ന് അഭിനയിച്ച് കാണിക്കട്ടെ. അതിനുശേഷം ഞാൻ എന്റെ പടം റിലീസ് ചെയ്യുന്നില്ലെന്ന് തീരുമാനിക്കും. ഒരു പടത്തിലും അദ്ദേഹത്തിന് ഒരു ഷോട്ട് എടുക്കാനുള്ള എബിലിറ്റി പോലും ഇല്ല. തീർച്ചയായും പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ എന്ത് കാര്യമാണ് താങ്കൾ ആ സിനിമയിൽ കാണിക്കുന്നത്? ജനങ്ങൾ ഇത്രത്തോളം ട്രെയിലർ കണ്ട് വികാരം കൊള്ളാൻ മാത്രം? സർ, ഞാൻ ഈ പടത്തില് ഇതിലുള്ളതൊരു നടന്ന കഥയാണ്. ഇപ്പൊ ഒരുപക്ഷെ മുൻ പ്രധാനമന്ത്രിയെപ്പറ്റി ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. സത്യത്തിൽ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സത്യമല്ലേ എടുക്കാൻ കഴിയൂ? അദ്ദേഹത്തിന് ഇടിവെട്ടേറ്റതുപോലെ കാണിക്കാൻ കഴിയുമോ? പറ്റുമോ? സോ ഷിർഷാജി, അദ്ദേഹം എന്താ പറയുന്നെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് ഒരു മരം വീണ് മരിച്ചുപോയതായിട്ട് കാണിക്കാൻ പറയുന്നു. സോ അതുകൊണ്ട് എന്റെ അടുത്തൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ അവര് പ്രതീക്ഷിക്കുന്നേ. എനിക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചരിത്രം കൊണ്ട് ഒരാൾക്ക് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എന്നെക്കൊണ്ടത് മാറ്റാൻ സാധിക്കുമോ? അതില്ലാതെ ഒരു സമുദായത്തിനോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതില്ലാതെ ഞാൻ ആരെയും കുറച്ചു കാട്ടാനായി ഞാൻ ഇത് എടുത്തിട്ടില്ല. ഈ ഇന്റൻഷൻ എല്ലാം പടം റിലീസായി കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ നേതാവിനെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്? അതുപോലെ എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നത്? ഇത് എന്റെ സിൻസിയർ ആൻഡ് എവർ. അത് കാരണം നമ്മുടെ നേതാക്കൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഏർപ്പെടുന്നു. അതുമാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നല്ലൊരു പടമാണെന്നും കണ്ടവരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആളുകൾക്ക് അവരോട് പോലും അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ വോയിസിൽ സംസാരിച്ചിട്ടില്ലേ? ആ വോയിസിൽ തന്നെ അപ്പീൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും. അതിനു മുമ്പ് രജത് സാറിനെ പറ്റി എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ ലൈഫില് ഇതുപോലൊരു ജേർണലിസ്റ്റിനെയോ മീഡിയ പേഴ്സണെയോ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടേയില്ല. ഇദ്ദേഹം കലയെ അത്രയ്ക്ക് മനസ്സിലാക്കി വെച്ചേക്കുക. അതുമില്ല, ഇതെങ്ങനെ വെളിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹത്തിന് അറിയാം. എല്ലാ വീക്കെൻഡിലും മുഹല്യാസം കാണുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇതന്നെയാ ജോലി. കുറേ വർഷങ്ങളായിട്ട് വീക്കെൻഡിലും മുഹല്യാസം കണ്ടുകൊണ്ടിരിക്കുക. അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം. ഇപ്പൊ ഇവരോടെല്ലാം അപ്പീൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഒന്നുകിൽ അപ്പീൽ ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഏതെങ്കിലും ഡയലോഗ് പറയണം. राजनीति में सही या गलत मायने नहीं रखता है. राजनीति में सिर्फ एक ही बात गलत है और वो है हार जाना. പക്ഷേ ഫിലിമിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധിക്ക് എന്താ സംഭവിച്ചതെന്ന് താങ്കൾക്കറിയില്ല, ഞങ്ങൾ ജീവൻ നൽകാനും തയ്യാറാണ്, ജീവൻ എടുക്കാനും തയ്യാറാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താങ്കൾക്ക് പേടിയില്ലേ? സർ, ആക്ച്വലി എനിക്ക് ഏതൊരു കാര്യവും വൺസ് ആൻഡ് ഫോർ വൺ ക്ലിയർ ചെയ്യണം. അതായത് ഒരു ചിലർ അവരുടെ രൂപം പ്രതിമയുണ്ടാക്കി അതിനെ ബുള്ളറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ അവരുടെ ഇതിനു വേണ്ടി റാലി നടത്തുന്നു. അതുമാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനും വളരെ ശക്തിയായിട്ട് ഫ്ലോൺ ചെയ്യുന്നു. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇന്ദിരാഗാന്ധി എന്നല്ല, ഏതൊരു മനുഷ്യനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള വയലൻസ് ശരിയാണോ ഇല്ലയോ? ഇന്നിവരെല്ലാം എന്താണ് പറയുന്നതെന്ന് വെച്ചാ എന്റെ തല വെട്ടുമെന്ന് വരെ പറയുന്നു. ഇവർക്ക് ഇതുപോലുള്ള ധൈര്യമൊക്കെ കിട്ടണമെങ്കിൽ അതിനുശേഷവും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വഴികളില് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കോമൺ ആയിട്ട് നടക്കില്ലേ? ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യാവുന്നു. പിന്നെ ഇക്കാര്യത്തില് റാദർ ദാൻ എന്റെ വായടപ്പിക്കാൻ വേണ്ടി നിറയെ പേര് ശ്രമിക്കുന്നുണ്ട്, എന്നെ വീട്ടിലിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ താങ്കൾ തന്നെ പറ, ചുമ്മാ ഇരിക്കേണ്ടത് ഞാനാണോ അതോ ഇതുപോലുള്ള ആൾക്കാരാണോ? ഒന്ന് പറഞ്ഞു തരാവോ? ഇപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നിയന്ത്രിക്കേണ്ടത്, അതിലൊരു സംശയമില്ല. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, ഉദാഹരണമായിട്ട് SDPCI. അവരെന്താ കരുതുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ താങ്കൾ സിഖ് സമുദായത്തെ അസാസിനേറ്റ് ചെയ്തെന്നാണ്. അതിന് താങ്കൾ ഉത്തരം നൽകിയല്ലേ മതിയാകൂ. ഞാൻ അവർക്കൊക്കെ പല വഴികളിലായിട്ട് സിനിമ കാണിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പരിശ്രമിച്ചിരുന്നു. പടം കാണിക്കുകയും ചെയ്തു. പക്ഷെ അവർ ഇന്ദിരാഗാന്ധിയെ കൊന്നത് സിഖുകാരാണെന്ന് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ ഇടിമിന്നലേറ്റാണോ മരിച്ചത്? ഒരുപക്ഷേ
അവർ അവരെ തന്നെ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവരെപ്പറ്റി അങ്ങനെ വിചാരിക്കണമെന്ന് അവർ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നടന്നുകൂടെ? പറയൂ. അതുമല്ലാതെ ഞാൻ ഒരു ക്രൈമിനെക്കുറിച്ചും ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അവർ ഇതൊക്കെ വെച്ച് രാഷ്ട്രീയം നടത്തണമെന്ന് വിചാരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെപ്പറ്റി സിനിമയെടുത്ത് താങ്കൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കുടുങ്ങിയതായിട്ട് താങ്കൾക്ക് തന്നെ തോന്നിയില്ലേ? സർ, ഓരോ ദിവസം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടേണ്ടി വരാറുണ്ട്. സെൻസറിനോട് പോലും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങളാ. ഇന്നലെ ഒരാൾ എന്നെ എന്താ പറഞ്ഞെന്ന് വെച്ചാ എനിക്ക് റേപ്പിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാ പറയുന്നത്. സിമ്രൻജിത്ത് സിംഗ് പറഞ്ഞ കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്റെ മൈൻഡ് എങ്ങനെയുണ്ടാവും? ഒരു സ്ത്രീ ഈ രാജ്യത്ത് MP ആയിട്ടിരിക്കുമ്പോൾ ഒരു ഫിലിം ആർട്ടിസ്റ്റായ ഞാനേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത്. ജയലളിതയെക്കുറിച്ച് ഒരു സിനിമ എടുത്തിരുന്നു. അതെ. അപ്പോഴും ഇതുപോലെ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിരുന്നു. ഇല്ല സർ, ജയലളിതയെപ്പറ്റി പടം എടുക്കുമ്പോൾ ഇതുപോലുള്ള കോൺട്രവൻസി ഒന്നും ഇല്ലായിരുന്നു. അവരെ അസംബ്ലിയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അവരത് ഒരു ഇന്റർവ്യൂവില് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മേലെ ഭാരമുള്ള സാധനങ്ങൾ വരെ വീശി എറിഞ്ഞിട്ടുണ്ട്. സാരി പിടിച്ചു വലിച്ചിട്ടുണ്ട്. അവരുടെ മുടിയെ പിടിച്ചു വലിച്ചിട്ടുണ്ട്. അവരുടെ മുടിയും അവരുടെ ഇന്റർവ്യൂവിൽ അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ആ സീൻ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെയുള്ള റൂളിംഗ് പാർട്ടി അവരെപ്പറ്റിയും ആ പടത്തില് എടുത്തു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരും അതിൽ ഞാൻ പറഞ്ഞു. അവരെ ആപ്കി അദാലത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരെല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ചയും ചെയ്തു. പക്ഷേ അവരെ കണ്ടതിന് ശേഷം താങ്കളുടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് പല സിമിലാരിറ്റിയും തോന്നി. നിങ്ങൾ എങ്ങനെയാണ് ജയലളിതയുടെ രൂപം അങ്ങനെ തന്നെ കോപ്പി ചെയ്തത്? വെയിറ്റും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഇല്ല സർ, ആക്ച്വലി എനിക്ക് ദൈവാനുഗ്രഹം നന്നായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ റോള് കിട്ടുമ്പോ എന്താണെന്ന് വെച്ചാ ഫസ്റ്റ് ടൈം ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഡയറക്ടറും അതിന്റെ പ്രൊഡ്യൂസറും എന്റെ മുന്നിലിരുന്ന് അതിന്റെ കഥ പറഞ്ഞു, ഫുള്ള് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ അങ്ങനെ തന്നെ നോക്കിയിരുന്നു, എന്തായി പറയുന്നേന്ന്. പക്ഷേ ഈ പടത്തിന്റെ റൈറ്റർ എന്റെ മെന്ററായിരുന്നു, വിജേന്ദ്ര പ്രസാദ് ഗാരുജി. അദ്ദേഹത്തിനോട് എനിക്ക് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സാർ നിങ്ങൾ എന്തായി പറയുന്നതെന്ന്. ഞാൻ ജയലളിതയായിട്ട് നടിക്കണോന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം യെസ്, ഐ വാണ്ട് ടു യു ടു പ്ലേ ജയലളിത എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാ ഒരു പക്ഷെ വലിയ പ്രശ്നമായാലോ. എന്താണെന്ന് വെച്ചാ സൗത്തിലിരുന്ന് ആരെ ഇടാതെ നിങ്ങൾ ഒരു നോർത്ത് ഇന്ത്യക്കാരി ഇതിലിടുന്നതുകൊണ്ട് അതല്ല വേറെ കാര്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ്, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ലെന്നും ഇത് ഞങ്ങളുടെ ജോലിയാണെന്നും നിങ്ങൾ ഈ റോള് ചെയ്താ മതിയെന്നും ആൻഡ് എന്റെ ഫേസിൽ ജയലളിതയുടെ ഒരു സിമിലാരിറ്റി ഇല്ലെന്നും പറഞ്ഞു. സർ, സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഞാനിത് പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. ദിവസവും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ മുഖമെല്ലാം മാറി കാണാൻ ജയലളിതയെ പോലെ ഉണ്ടായിരുന്നു. എന്റെ മുഖം നന്നായി മാറി. എന്റെ ആണെങ്കിൽ ആംഗുലർ ഫേസും അവരുടേതാണെങ്കിൽ റൗണ്ട് ഫേസും അത് ഇതെന്ന് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വ്യത്യാസമില്ലോ കാണാൻ പറ്റി. കലയുടെ ഈ താങ്കളുടെ വെയിറ്റ് കൂട്ടി മേക്കപ്പിലെ മാറ്റങ്ങൾ വരുത്തി. എന്റെ വെയിറ്റ് ഓൾറെഡി കൂടുതലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജയലളിതയായി മാറിയെന്ന് അതിൽ അർത്ഥമില്ല കേട്ടോ. പക്ഷേ ഇതെല്ലാം എന്റെ ഭാഗ്യമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം എനിക്ക് ഇതുപോലെ ഒരു സ്ത്രീയുടെ റോള് കിട്ടാൻ ഭാഗ്യം കിട്ടി. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. റാണി ലക്ഷ്മിബായിയുടെ കഥ നിറയെ പേര് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരത് ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതെല്ലാം ഓർത്ത് എന്നെ വിചാരിച്ച് ഞാൻ തന്നെ സന്തോഷപ്പെടുന്നു. ഡോക്ടർ ജയലളിത വിഷയത്തിലേക്ക് വരുമ്പോ ഞാൻ തന്നെ ചെയ്യണമെന്നായിരിക്കും വിചാരിച്ചത്. മാത്രമല്ല ഇന്ദിരാജിയും അവരുടെ റോൾ ഞാൻ തന്നെ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിച്ചത്. പിന്നെ ഇന്ദിരാഗാന്ധി ആകണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടേയില്ല. അവരൊക്കെ ഈ റോള് ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അടുത്തത് മമതാ ബാനർജി ആയിട്ടാണോ അതോ മായാവതി ആയിട്ടാണോ? ആർട്ടിസ്റ്റായിട്ടിരിക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ മായാവതിജി ആസ് എ ലീഡർ ഐ വുഡ് ലവ് ടു പ്ലേ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഇലക്ഷനിൽ ജയിച്ചാൽ നിങ്ങൾ സിനിമാ അഭിനയം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് സത്യമാണോ? പ്ലീസ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നിങ്ങളെ പടങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു ഓൾ കൺസ്യൂമായിട്ടുള്ള ജോലിയാ. കൂടെ MP ആയിട്ടിരുന്നിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ വളരെ ഡിമാൻഡിങ് ആയിരിക്കും. സോ നാച്ചുറലി രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ഇതുവരെ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ഷൂട്ടിങ്ങിന് പോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ മാർച്ച് തൊട്ടേ ക്യാമ്പയിൻ ആരംഭിച്ചു. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മാസമായി. അതുമാത്രമല്ല എൻ്റെ ഈ പടം ഇത് കഴിഞ്ഞ് നവംബറിൽ ഇറങ്ങേണ്ടതായിരുന്നു. അതുമല്ലാതെ എൻ്റെ ക്യാമ്പയിൻ ഇറങ്ങുന്നതുകൊണ്ട്
മാത്രമല്ല കോൺഗ്രസ് ലീഡറായിട്ട് ഞാൻ പടത്തിലും ജനങ്ങൾ സാധാരണക്കാരായ ആൾക്കാരല്ലേ, അവർക്കതൊരു കൺഫ്യൂഷനായിരിക്കും. ഇവളൊരു കോൺഗ്രസ്സുകാരിയാണോ, ഇവൾ എങ്ങനെ ഇതിൽ അഭിനയിക്കുന്നു? അതുകൊണ്ടാ റിലീസ് നിർത്തിവെച്ചത്. സോ അതുകൊണ്ട് എന്റെ ജോലി സഫറാകുന്നുണ്ട്, വളരെ വളരെ സഫറാകുന്നുണ്ട്. ഒരുപക്ഷെ ബാലൻസ് ചെയ്യാനൊരു വഴി കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. ഒരുപക്ഷെ മുംബൈയിൽ താങ്കളെ കുറിച്ചൊരു സിനിമ എടുത്ത് താങ്കൾ ഓടാതിരുന്നാ നന്നായിരുന്നു. സർ, മുംബൈയിലുള്ളവർ കങ്കണ ഓടിപ്പോയെന്ന് സന്തോഷിക്കത്തതേയുള്ളൂ. അവിടെയുള്ളവരെക്കാട്ടി സന്തോഷം വേറെ ആർക്കും കാണില്ല കങ്കണ ഓടിപ്പോയ. ഞാൻ കേട്ടത് തനു വെഡ്സ് മനു പാർട്ട് 3 എഴുതാൻ പോകുന്നെന്നാണ്. ഒരുപക്ഷെ താങ്കൾ അതിൽ അഭിനയിച്ചില്ലെങ്കിൽ വേറെ ആരായിരിക്കും? ആർക്ക് വേണമെങ്കിലും അഭിനയിച്ചുകൂടെ സാർ? ആരെ വേണമെങ്കിലും അഭിനയിപ്പിച്ചു നോക്ക്. ഇവൾ പൊയ്മുഖമാണോ അതോ സത്യത്തിലുള്ള കങ്കണയാണോന്ന്. ഇവൾ കങ്കണ നമ്പർ 1 കങ്കണ നമ്പർ 2 എന്ന് ഇഷ്ടത്തിന് സംസാരിക്കും. താങ്കളുടെ സിനിമകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം. പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ ആ ക്യാരക്ടർ, ബോൾഡ്നെസ്, ഡിസിഷൻ മേക്കിംഗ് എല്ലാം തന്നെ ജനങ്ങൾ കാണണം. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കങ്കണ റണാവത്തിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും കേൾക്കാം. താങ്കൾ രൺബീർ കപൂറിനെ സീരിയൽ കൾട്ട് ഫേസ് എന്ന് വിളിച്ചു. താങ്കൾ പറയുന്നത് കേട്ട സ്വാമി വിവേകാനന്ദ പറയുന്നത് പോലെയുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സൂപ്പർ സ്റ്റാർ കങ്കണ റണാവത്താണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇവർ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഗാങ്സ്റ്റർ ആണെന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. മണ്ടിയിൽ വെച്ചുള്ള താങ്കളുടെ ഒരു സംഭാഷണം ഞാൻ കേട്ടു. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എത്രത്തോളം ബഹുമാനം, എത്രത്തോളം മര്യാദ അമിതാഭ് ബച്ചന് ലഭിക്കുന്നുവോ ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്കും അത്രയ്ക്ക് ബഹുമാനം കിട്ടുന്നുണ്ടെന്ന് താങ്കൾ സാർ, പറഞ്ഞു. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് എനിക്ക് നല്ല ബഹുമാനം കിട്ടുന്നുണ്ട്. ഇൻഡസ്ട്രിയിലുള്ളവർ എനിക്ക് ബഹുമാനം തരുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. താങ്കളുടെ കണ്ണുകൾ അടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇന്ത്യ മനസ്സുകൊണ്ട് മര്യാദ കൊടുക്കുകയാണെങ്കിൽ ആർക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പണക്കാർക്കോ ഹിറ്റ് ഫിലിമിലുള്ളവർക്കോ മനസ്സുകൊണ്ട് മര്യാദ കൊടുക്കുകയാണെങ്കിൽ ആർക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിഞ്ഞ ഒരേ ഒരു ആക്ടറേ ഉള്ളൂ, അതാ അമിതാഭ് ബച്ചൻ സാർ. ബഹുമാനത്തോടിരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. അതായത് ഇപ്പോൾ താങ്കൾ ഇല്ല, വളരെ തെറ്റാണ്. ആവശ്യമില്ലാതെ എന്റെ മേലെ പഴിചാരുകയാണ്. ഐ വിൽ നോട്ട് അഗ്രി. ഇല്ല, ഞാൻ തന്നെ പറയാം. മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരെ പറ്റി താങ്കൾ പറഞ്ഞത് ബോളിവുഡിലുള്ളവർ എപ്പോഴും പണത്തെപ്പറ്റിയും പർച്ചേസിനെ പറ്റിയും വണ്ടിയെപ്പറ്റിയും മാത്രമാണ് സംസാരിക്കുന്നത്. അവര് പറയുന്നതിനൊന്നും തലയും വാലും ഒന്നും കാണില്ല. ബോളിവുഡിലുള്ളവർ എപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. അവര് ഭ്രാന്തന്മാരാണ്, വിഡ്ഢികളാണ്, സ്റ്റൂപ്പിഡ്, ഡാം. അവര് വെറും പ്രോട്ടീൻ മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അവരുടെ തലച്ചോറും ഇല്ലാതായെന്ന്. സർ, താങ്കൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്. താങ്കൾ അല്ല, അദ്ദേഹത്തോട് താങ്കൾ പറഞ്ഞോ ഇല്ലയോ? ഞാൻ പറഞ്ഞു സാർ. അതില്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ വളരെ കോൺഫിഡന്റ് ആണ്. മൊത്തത്തിൽ ബോളിവുഡിലുള്ളവരെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? അവർ ഷേക്സ്പിയറിനെ പറ്റി പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിസർവേഷൻ ഓഫ് ഫോക്ക് മ്യൂസിക്, പ്രിസർവേഷൻ ഓഫ് ആർട്സ് ആൻഡ് ടെക്നീഷ്യൻസ് ആൻഡ് റൈറ്റേഴ്സ് ടു ലൈഫ്, ഇല്ലെങ്കിൽ കൾച്ചറൽ ലൈഫിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ? അവർ ഏത് വിഷയത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് താങ്കൾ തന്നെ പറ. ഒരുപക്ഷെ മീറ്റ് ചെയ്ത് അവരുടെ ഗോസിപ്പ്, ആരുടെ കൂടെ ആർക്കൊക്കെ അഫെയർ ഉണ്ട്, ഒന്നെങ്കിൽ ഗോസിപ്പ് ചെയ്യും, ഈ വാച്ച് വാങ്ങി, ഈ കാർ വാങ്ങി, ഇല്ലെങ്കിൽ ഫേസിന് ട്രീറ്റ്മെന്റ് ചെയ്തു, ഇതുപോലെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അല്ലാതെ വേറെന്ത് പറയാനാ? ഈ കാര്യത്തിന് പോലും എന്നെയാണ് സാർ ബ്ലെയിം ചെയ്യുന്നത്. ഞാൻ എന്തിനാ ചോദിച്ചതെന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ 20 വർഷം ഉണ്ടായിരുന്നു അവിടെ. പോയി പാർട്ടികൾക്കൊക്കെ പോയി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലാവും. താങ്കൾ അവിടെ പോയെന്ന് വെച്ചാ താങ്കളോട് നല്ല കാര്യങ്ങൾ വേറെ രീതിയിലായിരിക്കും പറയുക. താങ്കളോട് പ്രോട്ടീൻ ഷേക്കിനെ പറ്റി ആരെങ്കിലും പറയോ? അല്ലെങ്കിൽ താങ്കളോട് സ്കിൻ ട്രീറ്റ്മെന്റിനെ പറ്റി ആരെങ്കിലും ചോദിക്കോ? സോ അവര് പറയുന്നതൊക്കെ പറഞ്ഞോട്ട്. പക്ഷെ താങ്കൾ കരൺ ജോഹറിനെ വിളിച്ചത് ചാച്ചാ ചൗധരി എന്നല്ലേ? സർ, ഇതെന്താണെന്ന് വെച്ചാ ഇപ്പൊ നമ്മൾ മനസ്സിലാവുന്നതുപോലെ പറയാം. എന്റെ 2006 ഒരു പുതിയ പടം റിലീസായി. ഓക്കെ, 2014 വരെ ആരും ഒന്നും ചോദിച്ചില്ല. അന്നേരം ഞാൻ വളരെ പാവമായിരുന്നു, വളരെ ടാലന്റഡ് ആയിരുന്നു. ഇവൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, വളരെ പാവമായിട്ടിരുന്നിരുന്നു. അപ്പോ കങ്കണ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും മര്യാദയില്ലാതെ സംസാരിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. 2014 എന്റെ ക്യൂൻ പടം വരുമ്പോ അപ്പോ എന്നെ അൺപ്രൊഫഷണൽ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കോർണർ ചെയ്യാൻ ആരംഭിച്ചു.
പിന്നെ തനു വെഡ്സ് മനു വന്നപ്പോ ബ്ലോക്ക് ബസ്റ്റർ റെക്കോർഡ് ഉണ്ടാക്കിയപ്പോ അതിനുശേഷം കേസ്, സൈക്കോ, ഇവള് രക്തം കുടിക്കുന്നവളാണ്, ഇവളൊരു സ്റ്റോക്കറാണ്, ഇവളെ ജയിലിലിടണം, എന്തൊക്കെയായിരുന്നു. പെട്ടെന്ന് 10 വർഷത്തിന് ശേഷം എങ്ങനെ ഇങ്ങനെ കൊള്ളരുതാത്തവളായി? പെട്ടെന്ന് ഇവളെങ്ങനെ സൈക്കോ വിച്ചറായി മാറി? സോ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. ഇതിന്റെയൊക്കെ അർത്ഥം ഇവരെന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നല്ലേ? എനിക്ക് മനസമാധാനം തന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെയും മനസമാധാനം കെടുത്താൻ പോവില്ല. ഇപ്പൊ ഇവരൊന്നും എനിക്ക് സമാധാനം തന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മാത്രം എങ്ങനെ സമാധാനം കിട്ടും? താങ്കൾ രൺവീർ കപൂറിനെ സീരിയൽ കൾട്ട് ഫേസ് എന്ന് വിളിച്ചു. താങ്കൾ പറയുന്നത് കേട്ട സ്വാമി വിവേകാനന്ദ പറയുന്നത് പോലെയുണ്ട്. താങ്കൾ ഇവരെ പറ്റി എങ്ങനെ പറയുന്നെന്ന് വെച്ചാ അയ്യോ, അദ്ദേഹത്തിനേക്കാളും മഹാൻ വേറെ ആരും ഇല്ലെന്നാ. എന്നിട്ട് ഇദ്ദേഹം ചിരിക്കുന്നു. ഇദ്ദേഹം ചിരിച്ചോണ്ടാ അദ്ദേഹം പറയുന്നത്. താങ്കൾക്ക് ഫിലിം ഓഫർ ചെയ്തു, റോൾ അത് തന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നല്ലോ. സോ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ ഓക്കെ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ആരെയും സിംഗിൾ ഔട്ട് ചെയ്യാൻ പാടില്ല. അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കാര്യമല്ല, 90s-ലായാലും 80s-ലായാലും അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാ. അദ്ദേഹത്തിന്റെ പേര് ഡ്രഗ് കേസസ് ഉണ്ട്, ഓക്കെ, സ്കാംസിലിരുന്ന്, പിന്നെ ബ്രോക്കറേജിൽ നിന്നും, പിന്നെ മണി മാഫിയയിലിരുന്ന്, ഫ്ലഷ് ട്രേഡിലിരുന്ന്, മീറ്റൂവിൽ നിന്നും എന്ന് വേണ്ട അദ്ദേഹത്തിന്റെ പേരിലില്ലാത്ത കേസില്ല. പക്ഷെ തെറ്റ് ചെയ്തതാരാ? ഞാൻ. എല്ലാരെ കുറിച്ച് തെറ്റ് ചെയ്തവൾ. എന്തെങ്കിലുമൊക്കെ പറയും. ആയുഷ്മാൻ ഖുറാനെ ബൂട്ട് ലിക്കർ എന്ന് വിളിച്ചു. ഒരുപക്ഷെ അദ്ദേഹം എന്നെ ടാർഗറ്റ് ചെയ്ത ആയുഷ്മാൻ ഖുറാന സക്സസ് ആവുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഇന്റർവ്യൂവില് എന്റെ റോൾ മോഡൽ കങ്കണയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന് നിറയെ ഓഫേഴ്സ് കിട്ടുന്നുണ്ടെന്നും ഇത് അദ്ദേഹം ഓൺ റെക്കോർഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. സോ എന്തുപറ്റി? അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എന്തിനാ ഇങ്ങനെ മാറിയത്? വേറെ എവിടെങ്കിലും ജോലി വേണം. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളവർ സ്ട്രേറ്റ് ആയിട്ട് സംസാരിച്ചാ ഉടനെ തന്നെ അവർ തെറ്റ് ചെയ്യുന്നവരാവും. ഈ മഹാൻ ഈ ഇൻഡസ്ട്രിയില്, പുണ്യപവിത്രമായ ഈ ഇൻഡസ്ട്രിയില് ആർക്കും ആരെക്കൊണ്ടും പ്രോബ്ലം ഇല്ല. എന്നെ കൊണ്ട് മാത്രമാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. താങ്കളും താങ്കളുടെ ഡയലോഗ്സുകളിൽ ടാർഗറ്റ് ചെയ്യാറുണ്ട്. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഈ സ്റ്റാർ കിഡ്സിനെ വേവിച്ച മുട്ടേന്നാണ് പറഞ്ഞത്. ഞാൻ സാർ എന്താണെന്ന് വെച്ചാ, അതായത് ഇവിടെയുള്ള ആളുകളെല്ലാം ഓക്കെ സ്ക്രീനിലും നാച്ചുറലായിട്ടുള്ള ആൾക്കാരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. വെയിലിൽ നിന്ന് ജോലി ചെയ്യണം, എല്ലാവരും എല്ലാ തരത്തിലുള്ള ക്യാരക്ടറും ചെയ്യണം. ഉദാഹരണത്തിന് ഗ്രാമത്തിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും നാച്ചുറലായിട്ട് കാണിക്കണം. അവരുടെ സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് വീണ്ടും ചെയ്ത് ഒരു ലെവലിന് മേളിൽ പോയിട്ട് അത് ഭയങ്കരമായിട്ട് വൈറ്റനിങ് ചെയ്ത്, അത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പീലിംഗ് ചെയ്ത് ഒരു ലെവലിന് മേളിൽ പോയി അത് ഗ്ലാസ് സ്കിന്നാക്കുന്നു. ഫോർ എക്സാമ്പിൾ തനു വെഡ്സ് മനുവില് തത്വ റോൾ ചെയ്യുമ്പോൾ അതനുസരിച്ചാണ് ചെയ്തത്. അതിനുശേഷം മിസ്സസ് ഗാന്ധിയുടെ ലുക്കിന് വേണ്ടി എനിക്ക് ആവശ്യമുള്ള ഏജിയൻ ലുക്കിന് വേണ്ടി അതും ചെയ്തു. ഇവരെല്ലാ റോൾ ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോവും. ഇവരെല്ലാ റോൾസ് കിട്ടാൻ വേണ്ടിയാണോ സ്കിന്നില് ബൊട്ടാക്സ് ചെയ്യുന്നത്? എന്ത് റോൾ ആയിക്കോട്ടെ, പിറകെ മുടിയൊക്കെ പറന്നു കിടക്കും, അതേ മേക്കപ്പ് ആയിരിക്കും. സോ ഇവരുടെ മുഖം ഞാൻ ഹോണസ്റ്റായിട്ട് പറയുക, ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കുറച്ചെങ്കിലും ഒന്ന് നാച്ചുറലായിട്ടിരിക്കണം. ഒന്ന് വെളിയിലിറങ്ങി ലോകമൊക്കെ എങ്ങനെയാണെന്നൊന്ന് ചുറ്റിക്കാണണം. AC വണ്ടി, വണ്ടിയിലിരുന്ന് വീട്, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവർ സംസാരിക്കുന്ന കേട്ടാലോ? ഹായ്, ഐ വാണ്ട് ദിസ്, ഐ വാണ്ട് ദാറ്റ്. അതുമാത്രമല്ല, ഇനിയുള്ള കാര്യം അതിനേക്കാട്ടി വലുതാ. അതായത് 40 വയസ്സായതിനു ശേഷവും 32-35 വയസ്സുള്ള സ്ത്രീകളും ഇപ്പൊ സ്റ്റാർ കിഡ്സാ. കിഡ്സ് അവര് സംസാരിക്കുന്നതും കുട്ടികളെ പോലെയാ. ഒരു 40 വയസ്സിന് ശേഷം കുട്ടികളെ പോലെ സംസാരിച്ച എങ്ങനെയുണ്ടാവും? അതിലതാ പെണ്ണുങ്ങള് 30 വയസ്സായി പക്ഷെ ഇപ്പോഴും കിഡ്സാ. അവരൊരു പിങ്ക് ഗ്ലാസ് എടുത്ത് കൈ വെച്ചിട്ട് അതെല്ലാം വെച്ച് ഈ കുട്ടികളെ പോലെ സാർ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല. ഞാൻ എന്താ പറയുന്നതെന്നുള്ളതാ താങ്കൾ നോക്കുന്നത്. ഇവരെ കൊണ്ട് എനിക്കെന്ത് ഡ്രാമയാ വരുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ല. അല്ല എന്താ ഇതെന്ന് ആലോചിക്കും. ഞാൻ എന്താ കണ്ടത്? ഓ മൈ ഗോഡ്, എനിക്ക് എത്രത്തോളം ടോർച്ചർ, ഇവരെ കൊണ്ട് എന്തുമാത്രം ഡ്രാമ, അതൊന്നും മനസ്സിലാവുന്നില്ല ആർക്കും. പക്ഷേ അവരൊക്കെ ഫിലിം ഓഫർ ചെയ്യുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാത്തത്? എനിക്ക് സൽമാൻ ഖാൻ സാർ, അദ്ദേഹത്തിന്റെ ബജ്രംഗി ബൈജൻ, കൂടാതെ
സുൽത്താൻ മൂവിയിലും ഓഫർ വന്നിരുന്നു. ഷാരൂഖ് ഖാൻ സാറിന്റെ കൂടെ 0 മൂവിയിലും ഓഫർ വന്നിരുന്നു. അമീർ ഖാൻ ജിയുടെ കൂടെ ഓഫർ വന്നിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, പക്ഷേ അതിനുവേണ്ടി ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ പക്ഷേ ബജ്രംഗി ഭായ്ജാൻ നല്ലൊരു സിനിമയായിരുന്നില്ലേ? സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാദ്യം. പറയൂ പറയൂ. സാർ, എന്താ സംഭവിച്ചെന്ന് വെച്ചാ 2006 സ്ട്രഗിൾ ആരംഭിക്കുമ്പോ ഞാൻ ആ സമയത്ത് നിറയെ ജോലിക്ക് ട്രൈ ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നത് സത്യവാ, നിറയെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു. ഇതിലാരും എനിക്ക് ഒരു ജോലിയും തന്നില്ല. ആരും ഒരു ജോലിയും തന്നില്ല. അതായത് പുറകെ നിൽക്കുന്ന റോളിനു വേണ്ടിയും ഞാൻ എല്ലാ ജോലിയും നോക്കിയിരുന്നു. പുറകെ നിൽക്കുന്ന ഒരു റോള് പോലും എനിക്ക് തരില്ലായിരുന്നു. അതിനുശേഷം എന്റെ ഒരു പടം വന്നു. ആ പടത്തില് ഞാനായിരുന്നു ഹീറോ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ആ പടത്തിലെ ഹീറോ. അതെ, 2014 എനിക്ക് വിജയം കൈവരിക്കാനായി. അപ്പൊ ഇവരുടെ എല്ലാം കോൾ എനിക്ക് വരാൻ തുടങ്ങി. ആ പടത്തിൽ എനിക്ക് വേണം, ഈ പടത്തിൽ എനിക്ക് വേണം, ഫോണിന്റെ മേളിൽ ഫോൺ, എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കോൾ വരാൻ തുടങ്ങി. ആ സമയത്ത് ഓഡിയൻസിനോട് എനിക്ക് ഇതുപോലുള്ള ബന്ധമായിരുന്നെന്ന് വെച്ചാ ഇപ്പൊ അവരെന്നെ കാണണമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, എനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പോലെ ഇതുപോലെ ഒരു സ്ത്രീക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. വന്നിരിക്കും, അങ്ങനെ നടന്നിട്ടുണ്ട്. വൈജയന്തിമാല മേഡം, ശ്രീദേവി മേഡം. സോ അവരെല്ലാം അവരെ വിശ്വസിച്ച പടം ചെയ്തോണ്ടിരുന്നേ. സോ ഞാനെന്താ വിചാരിച്ചെന്ന് വെച്ചാ, ഉദാഹരണത്തിന് വലിയ മരത്തിന്റെ അടിയിൽ ഒരു ചെറിയ മരം ഒരിക്കലും വളരില്ല. യുനോ. സോ അത് പറഞ്ഞ എനിക്ക് നന്നായിട്ടറിയാം, അമീർ ഖാൻ അദ്ദേഹത്തിന്റെ പടത്തിൽ അദ്ദേഹത്തിനേക്കാൾ നല്ലോട്ട് പെർഫോം ചെയ്യാൻ എന്നെ അനുവദിക്കോ? സൽമാൻ ഖാൻ പടത്തിലെ ഹീറോയിനിക്ക് എന്ത് എക്സിസ്റ്റിംഗ് കിട്ടും പറ? അതായത് സൽമാൻ സാർ ലാർജർ ദാൻ ലൈഫ് സ്റ്റാർ. സോ ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാ, നമ്മുടെ നാട്ടിലുള്ള ആക്ട്രസിന് നമ്മളെ കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞതുപോലെ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. ദ ടെംപ്ടേഷൻ ടു ലെറ്റ്സ് ഗോ ഓഫ് വർക്കിംഗ് വിത്ത് സച്ച് എ ബിഗ്, ഒരു തരത്തിൽ ഇവരെല്ലാം കാണുമ്പോ ദേ ആർ ജോയിന്റ്സ് ഓഫ് ഇൻഡസ്ട്രി. യുനോ, അവരിൽ നിന്ന് പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ദീസ് പീപ്പിൾ ആർ ദ പീപ്പിൾ ഹു ആർ മൈ ഫ്രണ്ട്സ്. യു നോ, എസ്പെഷ്യലി സൽമാൻ ഈസ് വെരി ഡിയർ ഫ്രണ്ട്. അമീർ ഖാൻ ഈസ് ജസ്റ്റ് സോ നൈസ്. സോ ഞാൻ ആ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തു. പക്ഷേ അതിന്റെ പുറകിൽ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കും കുറച്ച് ക്രെഡിറ്റ് ഒക്കെ കിട്ടണ്ടേ? താങ്കളുടെ ഖാൻസിനെ കുറിച്ചുള്ള സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായി. പക്ഷേ അക്ഷയ് കുമാറിന്റെ കൂടെ അഭിനയിക്കുന്നില്ലെന്ന് എന്തുകൊണ്ട് പറഞ്ഞേ? അക്ഷയ് കുമാറിന്റെ പടം സിംഗ് ഈസ് ബ്ലിങ്ക്. അതിനുശേഷം വന്നതും അതുപോലെ തന്നെയായിരുന്നു. സോ അതുപോലുള്ള പടങ്ങൾ എടുക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും? സോ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീയായിട്ടിരുന്നിട്ട് എനിക്കൊരു ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ട് സാർ. തങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ എത്ര സ്ത്രീകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് സാർ. അതുകൊണ്ട് എന്റെ ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തു. പവർഫുൾ ആയിട്ടുള്ള നിറയെ സ്ത്രീകളുണ്ട് സാർ ഇവിടെ. ഇപ്പൊ നോക്കിയാലും ധാരാളം പേരുണ്ട് സാർ. നമ്മുടെ 3 times പ്രൈം മിനിസ്റ്ററായിട്ടും അവരുണ്ടായിരുന്നു സാർ. പക്ഷെ അവരെങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊരു കാര്യവും നമുക്കറിയില്ല സാർ. സോ എന്താണെന്ന് വെച്ചാൽ, ആരും അവരെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. വയസ്സായവരെ വെച്ച് ഒന്നും എടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ആർക്കും പൊളിറ്റിക്സിലെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതായത് പൊളിറ്റിക്സിൽ ഇറങ്ങണമെന്ന് വിചാരിച്ച പൊളിറ്റിക്സ് സിനിമയില് അപ്പൊ ഇവരുടെ കഴുത്ത് വെട്ടാനും എല്ലാത്തിനും എതിര് നിൽക്കാനും തുടങ്ങും. അങ്ങനെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോ, നമ്മുടെ അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾ മാത്രമാണ് നമ്മുടെ ഖാൻസിന്റെ കൂടെയും എല്ലാ കുമാർസിന്റെ കൂടെയും എല്ലാ കപൂർസിന്റെ കൂടെയും അഭിനയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. സാർ, ഇത് എന്തിനു വേണ്ടിയാ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാ, അതിനു മുമ്പേ ഞാൻ അവരോട് അവസരങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പല പ്രാവശ്യം ഞാൻ പക്ഷേ ചോദിച്ചിട്ടുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദിക്കുന്ന സൂര്യന് മാത്രമേ ബഹുമാനം കൊടുക്കാറുള്ളൂ. ഒരുപക്ഷെ താങ്കൾ വിജയിക്കുകയാണെങ്കിൽ എല്ലാവരും താങ്കളുടെ പിന്നാലെ വരും. ഈ സൂര്യൻ എല്ലാത്തിനേക്കാളും പ്രകാശിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്തിനാ സൈഡ് റോൾ ചെയ്യുന്നത്? ഇപ്പോ അവരൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏത് ഇൻഡസ്ട്രി മൂലമാണോ താങ്കൾ ഇത്രയും വലിയ ആളായത്, ആ ഇൻഡസ്ട്രിയെ മോശമാക്കുന്നു, അന്നം തന്ന കയ്യെപ്പോലും കടിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ചില പടത്തിലെ സൂപ്പർ സ്റ്റാർ സ്ത്രീകളാണെന്ന് പറയുന്നവരെല്ലാം ഇതുവരെയ്ക്കും ഒരു ഹിറ്റ് പടം മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവരോടൊന്നും പറയുന്നില്ല. പക്ഷെ നോക്കൂ, ഞങ്ങളാണ് തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. താങ്കളെക്കുറിച്ച് കരൺ ജോഹർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചാ, എന്ത് കേസ് വേണമെങ്കിലും കൊടുത്തോളൂ, ഞാൻ പക്ഷെ തല കുനിയില്ല, കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക, അടിമയായിട്ടിരിക്കുക, നിങ്ങൾക്കുത്തരം നൽകേണ്ട ആവശ്യം എനിക്കില്ല. അദ്ദേഹം ഇത് എനിക്ക് വേണ്ടി എഴുതിയതാ. മുമ്പ് താങ്കൾ ഇതെല്ലാം പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. താങ്കളുടെ പേര് മെൻഷൻ ചെയ്തില്ല, പക്ഷെ താങ്കളെക്കുറിച്ചാണെന്ന് തോന്നുന്നു. എന്നെ ഇവരെല്ലാം സൈക്കോ എന്ന് വിളിച്ച് എന്റെ പേരിൽ കേസിട്ട് ജയിലിലേക്ക് വീഴണമെന്ന് ആഗ്രഹിച്ചു. അതുമാത്രമല്ല, യങ്ങായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് സൂയിസൈഡ് ചെയ്തു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവില് പല സ്ഥലങ്ങളിലും ഇൻഡസ്ട്രിയിൽ എന്നെ ടോർച്ചർ ചെയ്യുന്നു
എന്നെക്കുറിച്ച് എന്നെപ്പറ്റി ഇവിടെയുള്ളവരെല്ലാം തെറ്റായിട്ട് എഴുതി ചതി ചെയ്യുന്നു എന്ന് പറയുന്നു. സോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തതിന് കാരണം ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെ ഉള്ളവരെല്ലാം തിരിഞ്ഞു നോക്കിയില്ലേ? നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാർട്ടികൾ വെക്കാറില്ലേ? ഡ്രഗ്സ് അടിക്കുന്ന ഫോട്ടോകളെല്ലാം നിങ്ങൾ തന്നെ പുറത്തു വിടുന്നു. നിങ്ങളോടാരും ചോദിക്കാനില്ലേ? നിങ്ങളുടെ തെറ്റാർക്കും മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, തെറ്റ് ചെയ്തതാര്? ഞാനത് വെളിയിൽ പറഞ്ഞതുകൊണ്ട്. ഇപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ, ഇതുപോലുള്ള ജോലികളെല്ലാം ചെയ്തതിന് ശേഷവും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അളവില് അവർക്ക് ധൈര്യമുണ്ട്. അവരുടെ ഡ്രഗ് പാർട്ടിയെ പറ്റിയൊന്നും അവര് പുറത്തു പറയാറില്ല. സൂയിസൈഡ് ചെയ്ത ഈ മനുഷ്യൻ നല്ലൊരു യങ് സ്റ്റാറായിട്ടിരിക്കുമ്പോഴാണ് മരിച്ചുപോയത്. അതിനെന്താ കാരണം? ഔട്ട്സൈഡേഴ്സിന് ഇങ്ങനെയൊക്കെ നടക്കുമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇതിലും കൂടുതൽ നടക്കാൻ സാധ്യതയില്ലേ? ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും? നിങ്ങളുടെ ഡയലോഗ് നിങ്ങൾ തന്നെ എഴുതുന്നല്ലോ. സോ പ്ലീസ് നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് ഒന്ന് പറയൂ മാഡം. പ്ലീസ് മാഡം. എന്റെ ഡയലോഗ് ഞാൻ സ്വന്തമായിട്ടൊന്നും എഴുതുന്നല്ല. പക്ഷേ എന്റെ ഡയലോഗ്സ് എല്ലാം ഞാൻ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യും. അത് എന്ത് ഡയലോഗാണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ക്യൂൻ പടത്തിലെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നു. ഇപ്പൊ എന്റെ അവസ്ഥ ഗുപ്താങ്കിളിനെ പോലെയായി. ഒന്നും കഴിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല, എല്ലാം അവതാളത്തിലായി. ഐ തിങ്ക് ആ ഡയലോഗ് ഇപ്പൊ സൂട്ടബിൾ ആയിരിക്കും. ശത്രുഘ്നൻ സിംഗ് ഇടയ്ക്കിടയ്ക്ക് ഈ ഡയലോഗ് പറയാറുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, കുടിച്ചില്ല, പക്ഷെ വയറ് മാത്രം വേദനിക്കുന്നു എന്ന്. അത് തന്നെയാ. ഇൻഡസ്ട്രിയിൽ കുറെ വർഷങ്ങളായിട്ട് ഇവര് തന്നെയാ ഭരിക്കുന്നത്. അവിടെ ഉള്ളവരെല്ലാം ഈ ഇൻഡസ്ട്രി ഞങ്ങളുടെ രാജ്യമാണെന്നാ പറയുന്നത്. സ്വന്തം ഇഷ്ടം നോക്കി അവരുടെ ഇഷ്ടത്തിനവിടെ ഭരിക്കുന്നു. ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഡ്രഗ്സിലകപ്പെട്ടു, മാഫിയയിലകപ്പെട്ടു, അതല്ലാതെ ടെററിസത്തിലും അകപ്പെട്ടു. ഇനി എത്ര കാറ്റഗറീസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാവരും പറയാൻ തുടങ്ങി ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. താങ്കൾ ആരെയൊക്കെ ഇൻസൾട്ട് ചെയ്തെന്നുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എന്റെ കൈവശമുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കങ്കണ റണാവത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. നല്ല കാര്യം. ഇതൊരു മഹാൻ ആത്മാവ്, ഒരു നല്ല മനുഷ്യൻ സംസാരിച്ചതിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അല്ലെങ്കിൽ ആ ക്രിമിനൽ എന്ത് സംസാരിച്ചു, ആ കള്ളൻ എന്ത് സംസാരിച്ചു, അതായിരിക്കും പറയുക. ആപ്കി അദാലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥി ആക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ, ഡയറക്ടർ കങ്കണ റണാവത്ത്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നു എന്നതാണ്. ഇല്ല, എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുൻപ് താങ്കൾ സുശാന്ത് സിംഗ് രാജ്പുത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. താങ്കൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് ഇൻഡസ്ട്രിയിൽ വഴക്ക് പോലും ഉണ്ടാക്കി. സർ, എന്താണെന്ന് വെച്ചാ എനിക്കൊരു ഫിലോസഫി ഉണ്ട്. അവരെന്റെ വിഷയത്തിൽ തലയിടാത്തടത്തോളം കാലം ഞാൻ അവരുടെ കാര്യത്തിൽ തലയിടാൻ പോയില്ല. ഇതിനെല്ലാം കാരണം എന്താന്ന് വെച്ചാ, ആദ്യം ഇവരാണ് അഹങ്കാരം കാണിച്ചത്. ഇവരെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാ, കാറ്റാടി മുറിച്ച താഴെ വീടില്ലേ, അതുപോലെ എന്റെ അടുത്ത് വരുന്നത്. എന്റെ അടുത്തേക്ക് വരത്തുള്ളൂ. സോ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, ഇത്രയും നാളായിട്ടും ഇവരെല്ലാവരും, സർ താങ്കൾ തന്നെ പറയൂ, ഒരുപക്ഷെ ഇവരൊന്നും ടോർച്ചർ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, ജയിലിലിടാൻ പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ, ലീഗലി കേസൊന്നും ഇടാതിരുന്നെങ്കിൽ, ഒരു ദിവസം ഇരുന്ന് ഞാൻ ആത്മഹത്യ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീ മരിക്കുന്നതാണ് നല്ലതെന്ന് വരെ എനിക്ക് സജക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം. സോ ഞാൻ ഇവര് പറഞ്ഞതെല്ലാം. അപ്പോൾ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലും താങ്കൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് മുതലയോട് പറയുന്നത് പോലെ എന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചു. മഹാരാഷ്ട്രയിൽ എന്തു പറ്റിയെന്ന് വെച്ചാ, എന്നെ വഴക്കു പറഞ്ഞു. എല്ലാവരുടെ മുന്നിൽ വെച്ച് വഴക്കു പറഞ്ഞു. എന്നോട് വളരെയധികം വൃത്തികേടുകൾ അവര് പറഞ്ഞു. ഞാൻ ചെറിയ വയസ്സ് തൊട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഫേവേഴ്സ് വാങ്ങിച്ചിട്ടേയില്ല. ഞാനൊരു മോശക്കാരിയാണെന്ന് പറഞ്ഞു. ഞാൻ സത്യസന്ധമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. പബ്ലിക്കിലും ഞാൻ എന്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ മുന്നിൽ എന്നോട് വളരെ മോശമായി പെരുമാറി. ഇതെല്ലാം താങ്കൾക്ക് അറിയാവുന്നതല്ലേ? താങ്കൾ തന്നെ പറഞ്ഞില്ലേ, മുംബൈ കണ്ട പേടിയാണ്, മുംബൈ കണ്ട പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിനെ പോലെ ഉണ്ടെന്ന്. സർ, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്. താങ്കൾ മുംബൈയിൽ ജീവിക്കുന്ന ആളാണ്. 2 സാധാരണക്കാര് ലിഞ്ചിങ്ങിന് പോകുന്നു. അവര് 2 പേരും കൊല ചെയ്യപ്പെടുന്നു. മാത്രമല്ല, നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള പോലീസ് കമ്മീഷണർ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ആക്ഷനും അവരെടുത്തില്ല. നമുക്കും ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. നമ്മളും ഓപ്പൺലി ഹിന്ദു അല്ലേ? നമുക്കും തീർച്ചയായിട്ടും പേടി കാണില്ലേ? എനിക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഞാൻ അതിലും കൂടുതൽ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ അവർക്കൊന്ന് പറയാമായിരുന്നില്ലേ? നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു, പക്ഷെ നിങ്ങൾ മുംബൈയിൽ സേഫ് ആണെന്നും. ഞാനൊരു പോലീസ് കമ്മീഷണർ ആയിരുന്നെങ്കിൽ, അല്ല മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലൊന്നും നടക്കാൻ അനുവദിക്കില്ലായിരുന്നു. സാധാരണക്കാരെ
ആൾക്കൂട്ടങ്ങൾ ഒന്നിച്ചു ചേർന്ന് കല്ലെറിഞ്ഞെറിഞ്ഞു കൊല്ലുകയായിരുന്നു. അവിടെ പോലീസുകാരും ഉണ്ടായിരുന്നു, അവിടെ തഹസിൽദാരുണ്ടായിരുന്നു. നിങ്ങൾ എന്തു പറഞ്ഞിരിക്കണം? ഇവൾ ചെയ്യുന്ന കാര്യത്തിൽ സുരക്ഷിതയായിരിക്കും എന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ അവരെന്താണ് പറഞ്ഞത്? ഇവൾ ഒരു തെറ്റുകാരിയാണ്. ഇതുപോലുള്ള ലിബർട്ടീസ് ഒക്കെ ആരാ തന്നത്? എന്താണെന്ന് വെച്ചാ, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നെപ്പോക്കിഡൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെയും നെപ്പോക്കിഡുമല്ല. അതുകൊണ്ട് കണ്ടവരെല്ലാം എന്നെ വഴക്ക് പറയാൻ തുടങ്ങി. ആർക്കും എന്തും പറയാവുന്നായി. താങ്കൾ അത്രയ്ക്ക് മോശക്കാരിയൊന്നും അല്ലല്ലോ. താങ്കൾ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറിനോട് എന്താ പറഞ്ഞത്? ഞാൻ താങ്കളെപ്പോലെ എന്റെ അച്ഛന്റെ പേര്, അതുപോലെ സ്വത്ത്, അതുകൊണ്ടൊന്നും അല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഒരു മനുഷ്യൻ സർ പറഞ്ഞു വന്ന എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നല്ല രീതിയിൽ എടുക്കില്ല. ഐ തിങ്ക് ഇതൊന്നും നല്ല കാര്യമായിട്ട് എടുക്കില്ല. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഒരു മനുഷ്യൻ ചെയറില് നമ്മുടെ ഗാർഡിയൻ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? അവരുടെ ജോലി എന്തായിരിക്കും? ശരി, നിങ്ങൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ തോന്നുവാണെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കണം. അതുപോലൊരു മെച്യൂരിറ്റി എവിടെന്ന് കിട്ടും? ഒരു പക്ഷേ അവരത് എതിർത്തിരുന്നെങ്കിൽ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടിയെ പോലെയാണ് സംസാരിച്ചിരുന്നത്. ഇത് നന്നായി മനസ്സിലാവുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെല്ലാം ഈസി ആയിട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. സോ എനിക്കിങ്ങനെ തോന്നി സാർ. അതായത് പൊളിറ്റീഷ്യന് ഒരു ടാക്ട്ഫുൾനെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്ന്. പൊളിറ്റീഷ്യൻസിനൊരു ചാമുണ്ടായിരിക്കും. അവർക്ക് എല്ലാ വിഷയത്തിലും ഷൈൻ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കും. അതും ഓരോ അവസരങ്ങളും ഉപയോഗിച്ചിട്ട് അവരെ തന്നെ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കും. കഷ്ടപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വരണമെന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം ഒരു പണക്കാരനെ ജനിച്ചിട്ട് ഒരു വൃത്തികെട്ട ആളിനെ പോലെ സംസാരിക്കുന്നു. അതെന്താ അങ്ങനെ? അവർക്കെന്ത് നഷ്ടമാവുള്ളത്? താങ്കൾക്കല്ലേ നഷ്ടപ്പെട്ടത്? താങ്കൾ ജീവിച്ച വീട് ഇടിച്ചു കളഞ്ഞില്ലേ? സാർ, എനിക്ക് സംഭവിച്ചത് ആ നഷ്ടം മാത്രമല്ല, വേറെ നിറയെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്ക് മര്യാദ തരാതെ സംസാരിക്കാൻ അവർ പഠിച്ചിരിക്കുക. അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, പഞ്ചാബിലെ ആരും കണ്ടാലും വൃത്തികേടുകൾ തന്നെയാ പറയുന്നത്. ഫോട്ടോയിൽ ചെരുപ്പ് കൊണ്ടടിക്കുന്നു. ഒരു പെണ്ണിന് ഇന്റഗ്രിറ്റി, അവളുടെ കാശ്, അഭിമാനം, സമ്പത്ത് എല്ലാത്തിനേക്കാളും വളരെ മുഖ്യമാണ്. പക്ഷെ ഇവിടെ സ്ത്രീകളെ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും പറയുന്നു. അതാണ് സത്യം. ഞാൻ വിചാരിക്കുന്നു ഈ രാജ്യം കുറച്ചുകൂടി മാറേണ്ടതുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളോട് നിങ്ങൾ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. പക്ഷേ ചില നല്ല കാര്യങ്ങളും ഉണ്ട്. ഫൈനലി താങ്കൾ ഇലക്ഷൻ പ്രചാരത്തിലുള്ള സമയത്ത്, മണ്ഡിയിലുള്ള സമയത്ത് യോഗി ആദിത്യനാഥ് മുംബൈയെ പറ്റി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ശത്രുക്കളെ എതിർക്കാൻ റാണി ലക്ഷ്മിഭായിയെ പോലെ കങ്കണയ്ക്ക് ധൈര്യമുണ്ട്. ഇവർ മുംബൈയിൽ ഉദ്ധവ് താക്കറിനെ വീതിയിലേക്ക് കൊണ്ടുവന്ന് ഉത്തരം പറയാൻ നിർബന്ധിതനാക്കിയെന്ന്. നല്ല കാര്യം. ഇതൊരു മഹാൻ ആത്മാവ്, ഒരു നല്ല മനുഷ്യൻ സംസാരിച്ചതിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അല്ലെങ്കിൽ ആ ക്രിമിനൽ എന്ത് സംസാരിച്ചു, ആ കള്ളൻ എന്ത് സംസാരിച്ചു, അതായിരിക്കും പറയുക. സോ സർ, ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതുപോലെ എന്തെങ്കിലും, എന്നോട് അദ്ദേഹത്തിന് നല്ല ഒപ്പീനിയൻ ഉണ്ട്. യോഗിജി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം എന്റെ ചേട്ടനെ പോലെയാണ്. അദ്ദേഹത്തിന് എന്നോട് നല്ല ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാ, ചില പേര് നാച്ചുറലായിട്ട് സെറ്റാകും. നമുക്കൊരു എനർജി ആയിരിക്കും. ചില ആൾക്കാരുടെ കൂടെ നമ്മൾ സെറ്റ് ആവുകയില്ല. ഇൻഡസ്ട്രിയും ഞാനും തമ്മിൽ ചേരാറേയില്ല. ഒരിക്കലും ചേരില്ല. ഞാൻ ഒന്നും ചെയ്യാതെ വെറും ബ്രീത്തിങ് മാത്രം ചെയ്താലും ഒന്നും ചെയ്യാതിരുന്നാലും അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ അവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്തോ? ഇല്ല, അവരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഇവരാണ് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരെ പോലെ ബിജെപിക്കാരെങ്ങനെയാണ് താങ്കളെ ഇഷ്ടപ്പെട്ടത്? വളരെ ഇഷ്ടപ്പെടും. എങ്ങനെ? എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യസന്ധയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവളുമാണ്. ആര് സത്യസന്ധതയോടും വിശ്വാസ്യതയോടും ഇരിക്കുന്നുവോ അതുപോലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ. രാക്ഷസന്മാർ രാക്ഷസ സേനയിലും ദേവന്മാർ ദേവസേനയിലും നിൽക്കത്തുള്ളൂ. പക്ഷെ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, നഡ്ഡാജിക്ക് താങ്കളോട് ദേഷ്യമുണ്ട്, ക്ഷമയോടെ സംസാരിക്കുക, കുറച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞെന്ന് കേട്ടു. സാർ, എന്തൊക്കെയാണെന്ന് വെച്ചാ, ഇപ്പോ ഞാൻ കുറെ വർഷങ്ങളായിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വഴക്കിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. ഞാൻ പൊളിറ്റീഷ്യനായിട്ട് ഇപ്പോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. സോ ഈ പൊളിറ്റിക്സിനെ പറ്റി എല്ലാ കാര്യങ്ങളും എനിക്ക് പൂർണ്ണമായും അറിയാറായിട്ടില്ല. പാർട്ടിയുടെ ഗൈഡ് ലൈൻസ് എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സോ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കും. ഏത് കാര്യത്തിനെയും ഇക്കാര്യം എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇവളെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കേസ് ഇട്ടിട്ടുണ്ട്. ഒരു സീനിയറായ പാർട്ടി എനിക്കൊരു ഗൈഡ് ലൈൻസ് കൂടെ തരാൻ പാടില്ലെന്നാണോ? എന്താ ഇത്? കൃഷിക്കാരെ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെന്ന് പറയുന്നതും താങ്കളുടെ പാർട്ടിയുടെ ഗൈഡ് ലൈൻ ആണോ?
അവർ ശവശരീരം കെട്ടിത്തൂക്കുന്നവരാണെന്ന് പറയുന്നതും താങ്കളുടെ പാർട്ടിയുടെ ഗൈഡ് ലൈൻ ആണോ? സർ, അതിനെക്കുറിച്ച് ദാ നോക്ക്, നിങ്ങൾ എന്നെ വളരെ തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇവിടെ എന്ത് അദാലത്താണ് ഇവിടെ നടക്കുന്നത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാ? താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ കൃഷിക്കാർ പ്രക്ഷോഭം നടത്തുന്ന സ്ഥലത്ത് യെസ് യെസ്, ദാ നോക്കി ഉം. ഇപ്പൊ ചേഞ്ച് ചെയ്തിരിക്കുന്നു. സാർ ഇനി ഇത് മാറ്റാൻ പാടില്ല. ഇത് എഡിറ്റ് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാ രജത് സാർ ഇപ്പം മുഴുവൻ മീഡിയയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മീഡിയയും മുഴുവനും കേൾക്കാതെ എല്ലാ ഹെഡ്ലൈനിൽ ഇട്ടിരിക്കുക, മുഴുവനായി പബ്ലിഷ് ചെയ്തു. സോ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എവിടെയാണോ കർഷകരുടെ സമരം നടക്കുന്നത് ആ സ്ഥലത്ത്, കർഷകരുടെ സമരം നടന്ന സ്ഥലത്ത് അവിടെ ഡെഡ് ബോഡീസ് തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ കൊല നടന്നതിന്റെ എല്ലാ കവറേജും എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണം കാണിക്കാം. അവിടെ റേപ്പും നടന്നിട്ടുണ്ടായിരുന്നു, അതും കാണിക്കാം. ഗ്യാങ് റേപ്പ് നടന്നതിന്റെ കവറേജും ഉണ്ട്, അതും വേണമെങ്കിൽ കാണിക്കാം. അതെല്ലാം കർഷകരാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വെളിയിലിരുന്ന് വന്ന ആൾക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞതെല്ലാം ഇതെല്ലാം എല്ലാ മീഡിയയിലും ഉണ്ട്. ഇതെല്ലാം ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ഓക്കെ, പക്ഷേ ഒരു കാര്യം, അവിടെ നടന്ന കാര്യങ്ങൾ ഒരു പാവപ്പെട്ട പെണ്ണാണ് പറയുന്നെങ്കിൽ അയ്യോ അത് പറഞ്ഞോ? എന്തിനാ ഇവള് പറഞ്ഞത്? സോ എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊക്കെ ആക്ടിങ് ചെയ്യും. 1 lakh ന്യൂസ് ഐറ്റംസ് വന്ന് ഇതൊന്നും അവരുടെ കണ്ണിൽ കാണുന്നില്ലേ? എന്തൊരു മനുഷ്യരെ ഇവരൊക്കെ. സോ ഐ ഫീൽ ആസ് എ പേഴ്സൺ, എനിക്ക് വളരെ മനസ്താപമുണ്ട്. സത്യത്തിൽ ഈ ലോകം കണ്ടതിന് ശേഷവും അത് സമ്മതിക്കുന്നില്ലെന്നുള്ളതാ. സത്യങ്ങളെ വിശ്വസിക്കാതെ അസത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാതെ ജനങ്ങൾ, സാധാരണ മനുഷ്യർ, ആ മനുഷ്യർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അറിയാതെ ആ സൈഡ് ഈ സൈഡ് മാറ്റി മാറ്റി സംസാരിക്കുന്നത്, പ്ലസ് ചെയ്ത് മൈനസ് ചെയ്ത് അവർക്ക് നാണക്കേടുണ്ടാകുന്ന രീതിയിൽ അവരെങ്ങും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞ ഹെഡ്ലൈൻ ആയിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞോളൂ. അല്ലല്ല, അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് BJP-യിൽ ഇങ്ങനെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ BJP-ക്ക് കൃഷിക്കാരോട് യാതൊരു സ്നേഹവും ഇല്ലെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസി, അതെന്റെ പാർട്ടി നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാ ഇനി മുതൽ ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ പറയാൻ പാടില്ലെന്നുള്ളത് മറന്നുപോയി. എനിക്കെന്റെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് നടക്കാൻ കഴിയുള്ളൂ. പാർട്ടിയുടെ പോളിസി സബ്കാ സാത്ത് സബ്കാ വികാസ്. അവര് ടെററിസ്റ്റെ പറ്റിയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അവര് കർഷകരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. കർഷകരും ഞങ്ങൾക്കൊപ്പം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ കൺസേൺ അത് മാത്രമാണ്. പക്ഷെ ഞാൻ ആ സമരത്തിന്റെ മറ്റൊരു വശത്തെപ്പറ്റിയും സംസാരിച്ചിരുന്നു. അവർ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തു. ഞാൻ അക്കാര്യവും പറഞ്ഞിരുന്നു. പക്ഷേ എന്റെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. സോ ഈ വിഷയത്തെ ഇപ്പോ എണ്ണയൊഴിച്ചവര് ആളി പടർത്തുകയാണ്. എന്നെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവൾ വളരെ... കൃഷിക്കാരെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സർ, ഞാനേ ഒരു കർഷകയാണ് സർ. എന്റെ കുടുംബമേ കർഷക കുടുംബമാണ് സർ. ചെറിയ വയസ്സ് മുതലേ കൃഷിയാണ് എല്ലാവരും ചെയ്തിരുന്നത്. ഞങ്ങളുടെ ചെറിയ വയസ്സിൽ ഫാമിൽ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ വയലിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നത് ഞാനായിരുന്നു. താങ്കളുടെ മാതാപിതാക്കൾ താങ്കളുടെ കൃഷി ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞെന്ന് കേട്ടു. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളൊരു കർഷക കുടുംബമാണ്. പക്ഷേ കർഷകരിപ്പോ എന്നെപ്പറ്റി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ, അതില് കുറെ ആൾക്കാര് എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാ... താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ടുണ്ടോ? അതായത് കൃഷിക്കാരുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കാം, അവിടെ കൊലപാതകങ്ങൾ നടക്കാം. ഇതുപോലൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടെ നടന്ന കർഷക സമരം മുഴുവനും ഹൈജാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആ കർഷക സമരത്തിൽ... ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അതിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. 2020 ഒരു സംഭവം നടന്നു. BBC 88 വയസ്സുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തു. 100 രൂപ വാങ്ങിച്ചിട്ട് അഭിനയിക്കാൻ വന്ന അവര് തന്നെയാണ് ഇതെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇല്ല, ഞാനെന്താ പറഞ്ഞെന്ന് വെച്ചാ ഇവിടെ ഒരു അഭിനയിക്കുന്ന ഗ്യാങ് ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഷാഹിൻ ബാഗിൽ എല്ലാവർക്കും 500 രൂപ വെച്ച് കിട്ടും, ബിരിയാണിയൊക്കെ കിട്ടും. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ആ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഈ എവിഡൻസ് എല്ലാം കോടതിയിൽ കൊടുക്കാൻ തയ്യാറാണ് സാർ ഞാൻ. എന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും പഴിക്കാതെ. ഞാനും അവരോട് യാതൊരു സംബന്ധവും ഇല്ല. ഒരു പോരാട്ടത്തിനും ഞാൻ ഒരു ഓപ്പറേറ്റും ചെയ്തിട്ടില്ല. ലോകം മുഴുവൻ കണ്ടതേ ഞാനും കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത്? കണ്ടത് എന്തിനാണെന്ന് വരെ ചോദിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അറിവൊന്നും ഇല്ല. കണ്ടു, അവിടെയുള്ള ആൾക്കാർക്ക് കാശെല്ലാം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവിടെയുള്ളവർക്ക് ബിരിയാണിയും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതേപ്പറ്റി ലോകത്തെല്ലാം ഡിബേറ്റും ചെയ്തിട്ടുണ്ട്. 500 രൂപ വാങ്ങിച്ചിട്ട് എല്ലാ സമരത്തിലും പങ്കെടുത്ത് ബിരിയാണിയും കഴിച്ചിട്ട് പോകുന്നു. എല്ലാ സബ്ജക്റ്റിലും അതേ സെയിം പ്ലേസസ് ആണ്. ഷാഹിൻ ബാഗിലുള്ള അതേ പ്ലേസസ് ആണ്. അവർ ആ സ്ഥലത്തില് ഐഡന്റി ചെയ്തിട്ടുണ്ട്.
ഇവര് തന്നെയാണ് അവിടെയും ഉള്ളത്. ലോകം മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യവും. എന്നെ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നേ? അതുകൊണ്ട് ആ എനിക്കൊരു സബ്ജക്റ്റിനെ പ്രശ്നമില്ല കുറിച്ച് കേട്ടോ. പ്രധാനമായിട്ട് സംസാരിക്കണം. സർ, എല്ലാ സബ്ജക്റ്റിനെ പറ്റി ഞാൻ സംസാരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില തരത്തിലുള്ള വിദേശ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ കൈയടക്കുന്ന ബംഗ്ലാദേശിന്റെ അവസ്ഥ പോലെയും മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ പോലെയും നമ്മുടെ നാട്ടിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ എന്താ കണ്ടോണ്ടിരിക്കണമെന്നാണോ? നമ്മൾ എതിർത്ത് ചോദിക്കണ്ടേ? ഇതിനെപ്പറ്റിയൊന്നും വാതുറക്കാതെ നമ്മൾ ഇതൊക്കെ ജനങ്ങളും അവരുടെ കണ്ടോണ്ടിരിക്കണമെന്നാണ് ഇമോഷൻസ് പ്രകടിപ്പിച്ചു. താങ്കൾ ആദ്യമായിട്ട് പാർലമെന്റ് മെമ്പറായി ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോ CASF ജവാൻ താങ്കളെ ആക്രമിച്ചു. അതില്ലാതെ അദ്ദേഹം ഞാനും കർഷകനാണെന്നാ പറഞ്ഞത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് ആ യൂണിഫോമിന്റെ വില അറിയില്ലെങ്കിൽ നിങ്ങളൊരു വഞ്ചകനാണെന്നും നിങ്ങളുടെ കടമയെ മറക്കുന്നെന്നും നിങ്ങളുടെ മേലുള്ള വിശ്വാസത്തെയും നിങ്ങളുടെ മേലിൽ മര്യാദ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യരെയും നിങ്ങൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊക്കെ എന്തിനാ ചെയ്യുന്നത്? എന്നിട്ടൊരു കർഷകനാണെന്ന് പറയാനുള്ള യോഗ്യതയുണ്ടോ? ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ, താങ്കളുടെ ഐഡന്റിറ്റി എല്ലാം ഇല്ലാതാവും. പിന്നെ നിങ്ങളൊന്നുമല്ല, നിങ്ങളൊരു തീവ്രവാദിയാണ്. അതുമാത്രമല്ല, അവർ ഓപ്പൺലി ഖാലിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കർഷകരുടെ സമരത്തിൽ ഖാലിസ്ഥാനോട് ഡിമാൻഡ് ചെയ്യുന്നു. എന്റെ കയ്യിൽ എത്ര വീഡിയോ ഉണ്ടെന്നറിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ജനങ്ങളെ ഇതുപോലെ പാവങ്ങളെപ്പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ കയ്യിൽ എത്ര വീഡിയോ ഉണ്ടെന്നറിയോ ഇതിനെപ്പറ്റി? ഒത്തിരിയുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യം തകർക്കാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് എത്ര പക്ഷെ പേര് അവരെന്താ പറയുന്നത് വെച്ചാൽ അവരുടെ അമ്മയും ആ കൃഷിക്കാരുടെ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ താങ്കൾ 100, 200, 500 വാങ്ങിച്ചിട്ടാണ് പോരാട്ടങ്ങൾക്ക് പോയതെന്ന് പറഞ്ഞതിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് അവർ പറഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ലെന്ന്. പക്ഷെ എന്റെ കയ്യിലുള്ള ഫോട്ടോയില് ഷാഹിൻ ബാഗിലുള്ള ആൾക്കാരും സെയിം ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും എന്റെ കയ്യിലുണ്ടെന്ന്. അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയുണ്ടല്ലോ, ഓർഡേഴ്സ് ഉണ്ട്, കേസ് വേണമെങ്കിൽ ഇടാം. മാത്രമല്ല പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ഒരാൾക്ക് ലോ ആൻഡ് ഓർഡർ എന്താണെന്ന് അറിയില്ലെന്ന് വെച്ചാ, ഒരുപക്ഷെ ഞാൻ എല്ലാവരുടെ റോഡിൽ സ്കോർ ചെയ്യണമെന്ന് വെച്ചാ എല്ലാവരും എന്നെ റോഡിലിട്ട് അടിക്കില്ലേ? താങ്കളും സെറ്റിൽ ചെയ്തു. ദിൽജിത്ത് ഡോഷഞ്ചും ഇതിന് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ കരൺ ജോഹറിന്റെ വളർത്തുനായെന്ന് വിളിച്ചു. സർ, ആദ്യത്തെ കാര്യം, ഈ രാജ്യത്തെ എല്ലാവരും മുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അത് കണ്ടുകൊണ്ടും ഇരിക്കുകയില്ല. എന്താണെന്ന് വെച്ചാ, ഇല്ല, പക്ഷെ ഇക്കാര്യത്തിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള കാര്യങ്ങളൊന്നും വന്നില്ലല്ലോ. അദ്ദേഹം ഇതിന് കമന്റ് ചെയ്തു. പക്ഷെ താങ്കൾ കൊടുത്ത ആൻസറാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ, കൂടുതൽ പൊക്കി പറയാതെ പോ. നീ അവരുടെ ഷൂ നക്കി അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറയില്ലേ? അതൊന്ന് പറ സാർ. ഞാൻ എഴുതിയത് ഞാൻ പറഞ്ഞത് മാത്രമല്ലേ പറയുന്നുള്ളൂ. അദ്ദേഹം എഴുതിയത് കൂടെ ഒന്ന് പറ. ഇല്ല, അതും ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അദ്ദേഹം എന്താണ് എഴുതിയത് അതുകൂടെ ഒന്ന് പറ. അദ്ദേഹം എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാൽ, നീ ആരുടെ കൂടെയൊക്കെ സിനിമ ചെയ്തോ അവരുടെ വളർത്തുനായി നീയാണെന്ന്. ആ വളർത്തുനായ്ക്ക് മുമ്പ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞേ. ഇതാണ് ആദ്യത്തെ കമന്റ്. അതിനു മുൻപ് താങ്കളുടെ കമന്റാണ് ഉള്ളത്. ഇല്ലില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഞാനായിട്ട് ആരോടും വഴക്കിന് പോവാറില്ല. ഇത് എന്റെ പ്രിൻസിപ്പിളാ. ഞാൻ അങ്ങനെ നടക്കാറുള്ളൂ. പക്ഷേ എല്ലാവരും വഴക്ക് തുടങ്ങി വെക്കുന്നത് താങ്കളാണെന്നാണ് ഇല്ല, പറയുന്നത്. ഇത് വെച്ചാണ് ആൾക്കാരെല്ലാം പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി വഴക്കിടാറില്ല. ആദ്യം അവരിങ്ങോട്ട് വരുമ്പോഴാണ് ഞാനും വഴക്കിടുന്നത്. അതുകൊണ്ട് എല്ലാരും പറയുന്നു ഞാനാണ് വഴക്കാളിയെന്ന്. ഇതുപോലത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അത് ശരിയാണോ? താങ്കൾക്ക് അഭിപ്രായം പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം എപ്പോഴും താറടിച്ച് കാണിച്ച്, ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച്, വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് പേടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും. ഞാൻ ഒരിക്കലും ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അതൊന്നും കണ്ട് ഞാൻ ഒരിക്കലും ഭയപ്പെടാറില്ല. ഇപ്പൊ ഇത് ലാസ്റ്റ് ട്വീറ്റാണ്. ഇത് താങ്കളാണ് എഴുതിയിരിക്കുന്നത്. ആരൊക്കെ നക്കി ജോലി വാങ്ങിക്കുന്നുവോ അവരെയെല്ലാം ഞാൻ അലക്കിയെടുക്കുന്നു എന്ന്. സാർ നോക്ക്, സാർ ഇവിടെ എന്നെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വളരെ മോശമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അദ്ദേഹം എന്താ എഴുതിയെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല. അതിൽ എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇവിടെ വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോളാം. ശരി, ഇപ്പൊ വൃത്തികേടുകൾ പറഞ്ഞാ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ നമ്മളെ വഴക്ക് പറയുമ്പോഴും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? നോ, യു ആർ നോട്ട് റൈറ്റ് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. എനിക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല.
ഓക്കെ, ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം കങ്കണ റണാവത്തിനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരം തുടരുന്നതായിരിക്കും. മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ് ഇദ്ദേഹം കരൺ ജോഹറിനെ മീറ്റ് ചെയ്തിട്ടാ വരുന്നേന്ന് തോന്നുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പാർലമെന്റ് മെമ്പർ കങ്കണ റണാവത്ത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിന്റെ മേലുള്ള കുറ്റാരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് നൽകുന്നു എന്നതാണ്. അതിന് യാതൊരു ചാൻസും ഇല്ല, ഒരു ചാൻസും ഇല്ല. ഇലക്ഷന്റെ സമയത്ത് താങ്കളും വിക്രമാദിത്യനും വഴക്കുണ്ടാക്കി. താങ്കളെ എത്രത്തോളം കൊണ്ടുപോകുന്നു വെച്ചാൽ പച്ചക്കറി മാർക്കറ്റിൽ പച്ചക്കറിയുടെ വില മറന്നു പോകുന്ന രീതിയിൽ ഞാൻ കൊണ്ടെത്തിക്കുമെന്ന് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞു. ദാ നോക്ക് സാർ, ഇത് മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ് ഇദ്ദേഹം കരൺ ജോഹറിനെ മീറ്റ് ചെയ്തിട്ടാ വരുന്നേന്ന് തോന്നുന്നു. എത്ര വലിയ കാര്യങ്ങളിൽ ഇദ്ദേഹം എന്നെ വിക്ടിം ചെയ്യുന്നത് നോക്കിക്കേ. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ, ഞങ്ങളുടെ ആള് തന്നെ ഞങ്ങളെ വഞ്ചിക്കുന്നുള്ളത്. വെള്ളം മറിഞ്ഞ സ്ഥലത്ത് വെള്ളമില്ലാത്ത പോലെ. എന്നെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാ, വെജിറ്റബിൾസിന്റെ ഒക്കെ പ്രൈസ് കൂടുതലായിരുന്നു. മാർക്കറ്റിലുള്ള സ്ത്രീകളും വളരെയധികം ഷോക്കായി പോയി. അതുകൊണ്ട് ഞാൻ ഇത് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, എല്ലാ കോൺഗ്രസ് പാർട്ടിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഒരു പക്ഷേ മാർക്കറ്റിലുള്ള സ്ത്രീകളെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി വെജിറ്റബിളിന്റെ വില ചോദിക്കുന്നതേ മറന്നുപോയേനെ. പക്ഷെ ഇദ്ദേഹം അതെങ്ങനെ പറയുന്നത്? ഇതൊരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? എങ്ങനെ ഇത് ബേസ്ലെസ് എന്ന് പറയും? കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സൺ എന്താ പറഞ്ഞെന്ന് വെച്ചാ, മാർക്കറ്റിൽ പ്രൈസസ് കൂടിക്കൊണ്ടേ പോകുന്നു. ആരെങ്കിലും ഒന്ന് പറയുക. അതോടൊപ്പം ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ ജനങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ആ ഫോട്ടോ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഈ ഫോട്ടോയാണ് അവര് ഇട്ടത്. ഇതിനെക്കുറിച്ച് താങ്കളും പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനു മുൻപ് താങ്കളോട് പകുതിയാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ മീഡിയക്കാരൊക്കെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, എന്റെ ഇമേജും പേഴ്സണാലിറ്റി എല്ലാം നശിപ്പിച്ചത് ഈ മീഡിയക്കാർ തന്നെയാണ്. ഇത് മാത്രമല്ല, താങ്കളെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഡ്രഗ് ടെസ്റ്റ് എടുക്കണം. ഞാൻ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് പോകുമ്പോൾ നാച്ചുറലി എനിക്ക് അതൊക്കെ വളരെ പുതിയതായിരുന്നു. അവരാദ്യമായിട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടേയില്ല. നിങ്ങൾ വിശ്വസിക്കുകയില്ല, അദ്ദേഹം ആ സ്ഥലം ഏത് രീതിയിലാ മാറ്റിയിരിക്കുന്നതെന്നറിയോ? എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിന്റെ തലയിലാ തൂക്കുന്നത്. ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. അതുമാത്രല്ല, എന്തൊക്കെയോ അനാളജസ് ചെയ്യുന്നു. പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാ, അവിടെ എന്തൊക്കെയോ എന്താ ചെയ്തെന്ന് വെച്ചാ, അവിടെയുള്ള എല്ലാ ദൈവങ്ങളും എല്ലാവരും കോൺഗ്രസിലുള്ളവരെല്ലാം ഇതായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ദൈവങ്ങളെ എല്ലാവരും ബ്രാൻഡ് അംബാസിഡർ ആക്കി. ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ്. അതിന്റെ കൂടെ അവരെല്ലാം നല്ല സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഞാനൊരു ശിവഭക്തനാണെന്ന് പറഞ്ഞു. അതിനുശേഷം താഴെ ഇരുന്നിട്ട് ദാ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ആ സ്ഥലത്തൊന്നും അനങ്ങിയത് പോലുമില്ല. ഞാനത് നോക്കിക്കൊണ്ടിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്ക് സംശയമായി. ഇങ്ങനെയൊക്കെ ചെയ്താ നമുക്ക് ഇതുപോലുള്ള ചിന്തകളൊക്കെ വരില്ലേ? എന്തിനാ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സോ നാച്ചുറലി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല, പക്ഷെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി വളരെ ആപത്തുള്ളൊരു വ്യക്തിയാണ്, ബിറ്ററായ വ്യക്തിയാണ്, വളരെ മോശക്കാരനാണ്, വിഷം വമിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം വിനാശകാരിയായ ഒരു വ്യക്തിയാണ്. ഈ രാജ്യത്തിലുള്ളവരെല്ലാം അതാ പറയുന്നത്. ഇതാ നോക്കൂ സാർ, അദ്ദേഹം ചെയ്യുന്ന ഈ ജോലികളൊക്കെ, ഉദാഹരണത്തിന് വിദേശത്തേക്ക് പോകുന്നത്, അവിടെ വിദേശത്ത് പോയി ഓപ്പണായിട്ട് പറയുന്നു, വി വാണ്ട് അമേരിക്ക ടു ഇന്റർഫെയർ വിത്ത് ഇന്ത്യാസ് ഇന്റേണൽ പൊളിറ്റിക്സ്. എന്താ നമ്മുടെ രാജ്യത്തെ ഡെമോക്രസിയില്ലേ? ഓപ്പൺലി ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റില് ഇത് എക്സ്പോസ് ചെയ്യും, അത് എക്സ്പോസ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ ഒന്ന് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു പറയുന്നു.
അത് കാസ്റ്റിനെ പറ്റിയുള്ള വിഷയമായിരിക്കും, അത് വയലൻസിനെ പറ്റിയുള്ള വിവരമായിരിക്കും. രാജ്യത്തെ നശിപ്പിക്കണമെന്നുള്ള മനസ്സുമായിട്ടാണ് നടക്കുന്നത്. ഡാ നോക്ക് സർ, ഈ പണക്കാർ വീട്ടിലെ പിള്ളേരെല്ലാം നമുക്ക് കിട്ടാത്ത കാര്യം നാശമായി പോണമെന്ന് വിചാരിക്കും. സോ ഈ നാടിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള വിചാരമേ ഉള്ളൂ. ഒരുപക്ഷെ എനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയാകട്ടെ, ഇല്ല ബോർഡേഴ്സ് ആയിരിക്കട്ടെ, ഇല്ല സെക്യൂരിറ്റി ആയിരിക്കട്ടെ, എന്ത് കാര്യമായാലും അതിനെയൊക്കെ നശിപ്പിക്കണമെന്നുള്ള തീരുമാനമേ അവർക്കുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. അതല്ലാതെ പക്ഷെ എന്റെ മേലെ ഇത്രയും പഴിയിടുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നു, എന്നാലും ഞാൻ കൂൾ ലെവലിലെ മറുപടിയൊക്കെ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതുപോലുള്ള ഒരാള് ഇതുപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടാനാ? പറ, നിങ്ങൾ തന്നെ പറ. ഞാൻ എനിക്ക് വേണ്ടിയാണ് പറയുന്നേ. ഇതുമൂലം എനിക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ടോ, ഇല്ല വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പറ. എനിക്കെന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് കാരണം എനിക്ക് കുറച്ച് ശത്രുക്കളുണ്ടായി. സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് ഓൾറെഡി നോട്ടീസ് പറഞ്ഞതുകൊണ്ട് ഒരു പാർലമെന്റ് മെമ്പർഷിപ്പ് കിട്ടി. പാർലമെന്റ് മെമ്പർഷിപ്പ് സാർ, ദാ നോക്ക്, ഞാൻ പറയുന്നതൊക്കെ ഈ രാജ്യത്തിന് വേണ്ടിയാ. പാർലമെന്റിലുള്ളവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും സംസാരിക്കരുതെന്ന്. നീ ഒന്നും സംസാരിക്കാതിരിക്കുന്നതാ നല്ലതെന്ന്. സോ അവരിതിനെപ്പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാ, അല്ലാതെ ഞാൻ പറയുന്നത് എന്റെ ശരികൾ മാത്രമാണെന്ന് എനിക്ക് വേണ്ടിയാണോ പറയുന്നത്? എന്റെ പാർട്ടിക്ക് വേണ്ടി പറയാൻ നിറയെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട് നന്നായി സംസാരിക്കുന്നവര്. അവരൊന്നും എന്നെ സ്പോക്സ് പേഴ്സൺ ആക്കിയിട്ടില്ല സാർ. സോ ടിക്കറ്റ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ഒരിക്കലും പറയരുത് സാർ. കോൺഗ്രസിന്റെ അടുത്തൊന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. എന്റെ ഫാമിലിയും കോൺഗ്രസും തമ്മിൽ നല്ലൊരു ചരിത്രം തന്നെയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള സംസാരമൊന്നും, ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾ നന്നായി ചിന്തിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ തന്നെ ചിന്തിച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കേ. ഞാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് സംസാരിക്കുന്നു. അതിൽ എനിക്കെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? രാജ്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ ഞാൻ സംസാരിക്കുന്നു. അതിനെല്ലാം ഞാൻ നിങ്ങളോട് കാരണവും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറയുന്നത് ഞാൻ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്നു. പറയൂ സാർ, നിങ്ങൾ തന്നെ നോക്ക്. ബേസ്ലെസ്. ശരി, ഞാൻ ബേസ്ലെസിനെ പറ്റി പറഞ്ഞോളൂ. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം 2014 ലഭിച്ചിരിക്കുന്നത്, 47 വെറും പേരിന് മാത്രമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. ഇതെല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ജിക്ക് അദ്ദേഹത്തിനൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. നെഹ്റു ഗാന്ധിക്ക് ഓരോ ഗ്യാങ് ഉണ്ടായിരുന്നു. ഒരു വശത്ത് നിന്ന് അവര് പറഞ്ഞു ഇവര് ജീവനോടെ പോകാൻ പാടില്ലെന്ന്. ഇവരുടെ രക്തം ഇവിടെ ഒഴുകണം, ആരെങ്കിലും ഒഴുക്കിയേ പറ്റുമെന്ന്. അവരുടെ രക്തം വന്നില്ലെങ്കിൽ എന്റെ രക്തം വരണമെന്ന്. പക്ഷെ വേറൊരു ഗ്യാങ് പറയുന്നു അവര് സ്നേഹത്തോടെ പോകണമെന്ന്. വേറൊരു ഗ്യാങ് സന്തോഷത്തോടെ പറഞ്ഞുവിടാൻ പറയും. ഇത്രത്തോളം നമ്മുടെ നാടിനെ നശിപ്പിച്ചവരെ സ്നേഹത്തോടെ പറഞ്ഞുവിടണോ? മാത്രമല്ല ആ ലെറ്റർ കൊടുത്ത ആരാ? മൗണ്ട് ബ്രിട്ടൻ അല്ലേ കൊടുത്തിരിക്കുന്നത്. മൗണ്ട് ബ്രിട്ടൻ ഇതെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അതിനുശേഷവും ഹരിസിംഗ്, കാശ്മീരിന്റെ രാജാവ്. അല്ല, ഞാൻ ഈ കാര്യമൊക്കെ നിങ്ങളോട് എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാലോ. താങ്കൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് സാർ? പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും അത് പാർഷ്യലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഞാനും ഈ നാട്ടിലാ ജീവിച്ചത്. 2014 മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നത് എനിക്കറിയാം. വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് തൂക്കേറ് വാങ്ങിച്ചു തന്നോളൂ. എന്നെ ഈ രാജ്യവും സൊസൈറ്റിയും വിട്ട് വെളിയിൽ പോകാനാണ് പറയുന്നത്. യു ആർ ടു ടാലന്റഡ് ഫോർ ദിസ് ഇൻഡസ്ട്രി. സോ ഓക്കെ, എനിക്ക് വളരെ ഇവോൾവ് പെർസ്പെക്റ്റീവ് ഉണ്ട്. പല കാര്യത്തിനും ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ സ്വാതന്ത്ര്യമായിരിക്കാം, നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമായിരിക്കാം, മൈൻഡ് സെറ്റിനുള്ള സ്വാതന്ത്ര്യമായിരിക്കാം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമായിരിക്കാം. ദാ നോക്ക്, സ്വാതന്ത്ര്യത്തിന് ഇവിടെ പല പല രൂപങ്ങളാണുള്ളത്. ഇതിനുവേണ്ടി എന്നെ തൂക്കിക്കൊല്ലണമെങ്കിൽ കൊന്നോളൂ. ഗലീലിയേയും തൂക്കിയല്ലേ കൊന്നത്? എല്ലാരെയും തൂക്കിക്കൊല്ലുന്നു, എല്ലാ കാലത്തിലും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. എന്നെയും തൂക്കിക്കൊന്നോളൂ, അതിന് ഞാൻ തയ്യാറുമാണ്. ഇപ്രാവശ്യം താങ്കൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇനിയും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സോ നിങ്ങൾ കല്യാണത്തെക്കുറിച്ച് എന്ത് കരുതുന്നു? അതിനുശേഷം ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചാൽ ഒരു ഭരണാധികാരിയെ കല്യാണം കഴിക്കോ, ഇല്ല ഒരു ആക്ടറിനെ കല്യാണം കഴിക്കോ? ഇതിനെപ്പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ എൻ്റെ കല്യാണത്തിനെ പറ്റി നല്ല ചിന്തയിലാണുള്ളത്. കല്യാണമൊന്നും വേണ്ടാന്നുള്ള തീരുമാനം അങ്ങനെയൊന്നുമില്ല. പവർഫുൾ ആയതിനു ശേഷം കല്യാണമൊന്നും വേണ്ടാന്ന് തീരുമാനിക്കും. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും കമ്പാനിയൻ വേണം, തീർച്ചയായിട്ടും വേണമെന്നാണ്. എൻ്റെ കുടുംബത്തെ കാണുമ്പോഴാണ് അവർ വളരെ കൺസർവേറ്റീവ്, കൺവീനിയന്റ് ആണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ ജീവിതം കാണുമ്പോൾ എനിക്കും കുട്ടികളെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് ഞാനും ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാരും എന്റെ പേര് ഡാമേജ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് കല്യാണം ആകാനും സമ്മതിക്കുന്നില്ല. അതായത് എനിക്ക് എന്റെ പേരിൽ കോർട്ടിൽ കേസുകളൊക്കെ ഉണ്ട്. ആരെങ്കിലും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ച പോലും വീട്ടിൽ പോലീസ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവാ. സമൻസ് വരുന്നു. ഒരു ദിവസം എന്റെ ഭാവി അമ്മായിപ്പനും അമ്മായിമ്മയും വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴുണ്ട് വീട്ടിലേക്ക് സമൻസ് വരുന്നു.
അതൊക്കെ കണ്ട് അവരെപ്പോഴേ ഓടിപ്പോയി. സോ ഇതും അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ നല്ല മൂഡിലൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജി കങ്കണ റണാവത്തിന്റെ കേസിൽ എന്ത് വിധിന്യായം പറയാൻ പോകുന്നു നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഫിലിം സ്റ്റാർ കങ്കണ റണാവത്തിനോടാണ്. അവരോട് നമ്മൾ ഫിലിമിനെക്കുറിച്ച് ചോദിച്ചു, പുതിയ സിനിമയായ എമർജൻസിയെക്കുറിച്ച് ചോദിച്ചു, അവരുടെ പൊളിറ്റിക്കൽ കരിയറിനെക്കുറിച്ച് ചോദിച്ചു, അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. എല്ലാത്തിലും പ്രധാനമായിട്ടും ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായത്തെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. ഇന്നത്തെ ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഡിപ്ലോമാറ്റ് പവൻ വർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതായത് കങ്കണാജി, നിങ്ങൾ ഒരു ബുദ്ധിശാലിയായ അഭിനേത്രിയാണ്. താങ്ക് യു. അതിന്നിവിടെ ക്ലിയറായി തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വളരെയധികം കഴിവുള്ള ഒരു നടിയും കൂടിയാണ്. അതിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ തുറന്നുള്ള സംസാരം, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കറേജ് ഓഫ് കൺവിക്ഷൻ, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ഞാൻ അഭിനന്ദിച്ചേ മതിയാവൂ. നിങ്ങളുടെ പേരിലുള്ള കോൺട്രവേഴ്സികളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റൊന്നുമില്ല എന്ന് ഞാൻ പറയും. അതെ സർ, താങ്ക് യു. പക്ഷേ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ഫ്രേസ്, സെൽഫ് വിക്ടിമൈസേഷൻ. അതായത് ഈ ലോകം മുഴുവനും എൻ്റെ ശത്രുക്കളാണ്. അതുമാത്രമല്ല, ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്ന് വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് നിങ്ങൾക്കൊരു കവിതയിലൂടെ പറഞ്ഞു തരാം. खतावार कहते हैं गुनाहगार, खतावार समझेगी दुनिया मुझे, बस इतनी भी ज्यादा सफाई न दे. ഞാൻ നിങ്ങളൊരു കുറ്റവാളിയല്ല, നിരപരാധിയാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുന്നു. ആദ്യം താങ്കൾക്കൊരു കാര്യം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ബേസ്ലെസ് ആണോ? ഞാൻ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ ബേസും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ജഡ്ജി സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിച്ചാൽ നന്നായിരിക്കും. കാരണം ഞാൻ ഒരു കാരണവശാലും എന്റെ നേരെയും ഒരു കുറ്റാരോപണം പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്നു. അതെനിക്ക് നന്നായി മനസ്സിലായി. ഇദ്ദേഹം അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുക. പഴിയൊന്നും കേൾക്കാതെ രക്ഷപ്പെടാൻ നോക്കുക. ശരി, ഇപ്പൊ എന്റെ നേരെയും ആരോപണങ്ങളുണ്ട്. ഞാനതിനെ അംഗീകരിക്കുന്നു. എനിക്കിപ്പോ മറ്റൊരു കവിത കൂടി ഓർമ്മ വരികയാണ്. നമുക്കറിയാവുന്നതെല്ലാം ഇദ്ദേഹം ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാ വന്നത്. ഇദ്ദേഹം ഇത് ഇവിടെ വെച്ച് എഴുതിയതല്ല, നോക്കൂ, വരുമ്പോഴേ കൊണ്ടുവന്നതാ. ഞാൻ നിങ്ങൾ എന്നെ ഇവിടുന്ന് വിടാൻ പോകുന്നില്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാം. അതുകൊണ്ട് ഇപ്പോ ഒരു തവണ കൂടി ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിച്ച് അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാ, ഇത് ഞാൻ ഒരു വൈരാഗ്യം കാരണവും പറയുന്നതല്ല. ഞാൻ ചൊല്ലാൻ വന്ന കവിത എനിക്ക് കാണാൻ പറ്റാവുന്നിടത്തോളം ഗാർഡനർ, അതായത് ഈ തോട്ടത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പരിപാലിച്ച് നടത്തുന്ന ആൾ, തോട്ടത്തെ നോക്കുന്ന ആളാണ് ഉദ്യാനപാലകൻ. നമ്മൾ ഓണറാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ തോട്ടത്തിന്റെ മേൽ അവകാശമില്ല. താങ്കളെ സംരക്ഷിക്കുന്നതിന് താങ്കൾ പുകഴ്ത്തി പറയുന്നു, അത്രയും മതി. സോ അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ വിധിയിലൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു MP ആണ്, ഇപ്പോൾ പബ്ലിക് ലൈഫിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ, അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരിക്കലും ഒരാൾക്കും ബയസ്ഡായിട്ട് സംസാരിക്കാനും പാടില്ല. അതോടൊപ്പം ചില സമയങ്ങളിൽ, മുന്നേ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ, നമ്മുടെ വക്കീൽ സാർ, രജത് സാർ പറഞ്ഞതുപോലെയും കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കണം. ഇത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ തരുന്നൊരു അഡ്വൈസ് മാത്രമാണ്, നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അതോടൊപ്പം അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുവോ അത്ര തന്നെ എതിരാളികളുടെ അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളണം.
സോ ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ജഡ്ജി സാർ, താങ്കളെന്റെ ശത്രുക്കളുടെ പട്ടികയിൽ വരാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കുറ്റവാളികളുടെ മേലെ ഇടുന്ന അനീതിയായി നിങ്ങൾ പോയിട്ട് സാർ. ഒരു കുറ്റവാളി അല്ല എന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഓഡിയൻസ് തന്നെയാണ് അതിന് സാക്ഷി. അതുകൊണ്ടാണ് പറഞ്ഞത് താങ്കൾ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കുറ്റവാളിയാണെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ കൊള്ളാം കൊള്ളാം. എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നും നിങ്ങളുടെ സംസാരം കേട്ടുകൊണ്ട് ഞാൻ വെറുമൊരു അഡ്വൈസ് മാത്രമാണ് തന്നത്. അതോടൊപ്പം പേഴ്സണലി ഞാൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. നന്ദി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കങ്കണ റണാവത്ത് വളരെ മനോഹരമായിട്ട് ജനങ്ങളെ എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തുള്ള ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്തു. നമ്മുടെ ജഡ്ജിയുടെ മനസ്സും കീഴടക്കി. ഇതുപോലെ ഇനിയും അവർ സിനിമകൾ അഭിനയിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ കഴിവുകൾ കൊണ്ട്, അവരുടെ വാക്കുകൾ കൊണ്ട്, റൈറ്റിംഗ് ഉപയോഗിച്ച്, അഭിനയ മികവുകൊണ്ട്, ഡയറക്ഷൻ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു സെലിബ്രിറ്റിയോട് കൂടി നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.